अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अंफुसिना व मिन सय्यिआति अअमालिना ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا अम्मा बाद मोहतरम भाइयों, बुजुर्गों और दोस्तों, अल्लाह पाक जिसके साथ खैर का और भलाई का इरादा करते हैं उसे दीन की समझ देते हैं. ബഹുമാന്യരായ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, മുതിർന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ സ്നേഹിക്കുന്നുവോ, ആർക്ക് നന്മ ആഗ്രഹിക്കുന്നുവോ അവർക്കാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള, ദീനിനെ മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുന്നത്. उसके दिल में अल्लाह दीन की मोहब्बत डालते हैं. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനോടുള്ള മുഹബ്ബത്ത് ഇട്ടുകൊടുക്കുന്നതാണ്. उसका रुख अल्लाह पाक दीन की तरफ फेरते. അവന്റെ ചിന്തകൾ, അവന്റെ ദിശയെ ദീനിലേക്കാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ്. दिल स्टीयरिंग है, स्टीयरिंग. ഹൃദയം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് പോലെയാണ്. कि स्टीयरिंग जिधर फिरती है गाड़ी उधर जाती है. സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കുന്നുവോ അങ്ങോട്ടേക്ക് വാഹനം പോകുന്നതാണ്. सीधी तरफ फिराओ सीधी तरफ जाती है, बाईं तरफ फिराओ बाईं तरफ जाती है. वो गाड़ी जो है वो स्टीयरिंग के कंट्रोल में है. जिधर स्टीयरिंग घूमती है उधर गाड़ी जाती है. സ്റ്റിയറിംഗ് നേരെ പിടിച്ചാൽ വാഹനം നേരെ പോവും, ഇടത്തോട്ട് പിടിച്ചാൽ ഇടത്തോട്ട് പോവും, വലത്തോട്ട് പിടിച്ചാൽ വലത്തോട്ട് പോവും. ചുരുക്കത്തിൽ സ്റ്റിയറിംഗ് ആണ് വാഹനത്തെ നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണോ സ്റ്റിയറിംഗ് ഏത് ദിശയിലേക്കാണോ അങ്ങോട്ടാണ് വാഹനം തന്നെ പോകുന്നത്. അതിന്റെ നിയന്ത്രണം സ്റ്റിയറിംഗിലാണ്. इंसान की स्टीयरिंग उसका दिल है. മനുഷ്യന്റെ സ്റ്റിയറിംഗ് അവന്റെ ഹൃദയമാണ്, അവന്റെ ഹൃദയമാണ്. वो जिधर जाता है आदमी उधर जाता है. അത് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്കാണ് മനുഷ്യൻ പോകുന്നത്. इसीलिए हुजूर अकरम सल्लल्लाहु अलैहि वसल्लम ने दुआ मांगी. हदीस शरीफ में आता है कि अक्सर हुजूर नमाजों के बाद ये दुआ मांगते थे, या मुक़ल्लिबल क़ुलूब, या मुक़ल्लिबल क़ुलूब सब्बित क़ल्बी अला दीनिक, या मुसर्रिफल क़ुलूब सर्रिफ क़ल्बी अला ताअतिक. हुजूर अक्सर नमाजों के बाद ये दुआ मांगते थे. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിന് ശേഷം അധികമായി പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ സബ്ബിത് കൽബി, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് കൽബി അലാ ദീനിക്, യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് കൽബി അലാ താഅതിക് എന്ന ദുആ ചെയ്യുമായിരുന്നു. हुजूर का दिल तो दीन की तरफ फिरा हुआ ही था, फिर ये दुआ क्यों मांगते थे? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം ഉറപ്പായിട്ടും ദീനിലേക്ക് മാത്രം തിരിഞ്ഞതാണല്ലോ. പിന്നെ എന്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആ ചെയ്തു? वो हमारी तालीम के लिए है. അത് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. कि हुजूर की दुआएं उम्मत के लिए तालीम है.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത എല്ലാ ദുആകളും ഉമ്മത്തിന് വേണ്ടിയുള്ള താലീമുകളാണ്, ഉമ്മത്തിന്റെ പഠനത്തിന് വേണ്ടി ആണ്. जैसे आपने इबादत सिखाई, आपने दुआ भी सिखाई. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതുപോലെ ഇബാദത്തുകൾ കാണിച്ചു തന്നു, അനുഷ്ഠാനങ്ങൾ കാണിച്ചു തന്നു, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ, പ്രാർത്ഥനകൾ നമുക്ക് കാണിച്ചു തന്നു. कि उम्मत को क़यामत तक के लिए हुजूर की दुआएं तालीम है कि अल्लाह से क्या मांगो, ये मांगो अल्लाह से. ഇത് ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെയുള്ള പാഠമാണ്. അള്ളാഹുവിനോട് നിങ്ങൾ എന്താണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ചോദിക്കേണ്ടത്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. हमारा दिल हमारे कब्जे में नहीं है, നമ്മളുടെ ഹൃദയം നമ്മളുടെ പിടിയിലല്ല, हमारे दिल पे हमारा कंट्रोल नहीं है. നമ്മളുടെ ഹൃദയത്തിന്റെ മുകളിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല. तो दिल का ड्राइवर अल्लाह है. ഹൃദയത്തിന്റെ ഡ്രൈവർ, അതിനെ ചലിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. कि दिल हमारा हमारे कब्जे में नहीं है. ഹൃദയം നമ്മളുടെ പിടിയിലല്ല, കൺട്രോളിലല്ല. किसी से मोहब्बत हो जाती है, किसी से नफरत हो जाती है, किसी से डर होता है, किसी पर गुस्सा होता है, वो दिल कंट्रोल में नहीं है. നമ്മളുടെ കയ്യിലല്ല നമ്മുടെ ഹൃദയം. ചിലരോട് നമുക്ക് സ്നേഹം തോന്നും, ചിലരോട് നമുക്ക് വെറുപ്പ് തോന്നും, ചിലരോട് നമുക്ക് ദേഷ്യം പിടിക്കും, ചിലരോട് നമുക്ക് സഹതാപം തോന്നും, किसी से उम्मीद हो जाती है, ചിലരിൽ നമ്മൾ പ്രതീക്ഷ വെക്കും. ഇത് നമ്മളുടെ കയ്യിലല്ല ഇതിന്റെ പിടി. किसी से मायूसी होती है. ചില ആൾക്കാരോട് നമുക്ക് നിരാശ തോന്നും. तो दिल हमारे कब्जे में नहीं है. ഹൃദയം നമ്മളുടെ പിടിയിലല്ല. हदीस की दुआओं में है, अल्लाहुम्मा इन्ना कुलूबना व नवासियना व जवारिहना बियदिक. ए अल्लाह, हमारे दिल, अल्लाहुम्मा इन्ना कुलूबना व नवासियना, हमारे आज़ा जवारे, अल्लाहुम्मा इन्ना कुलूबना व नवासियना व जवारिहना बियदिक, तेरे हाथ में है, तेरे हाथ में. അതുകൊണ്ട് ഹദീസിലുണ്ട് ദുആ, അല്ലാഹുമ്മ ഇന്ന ഖുലൂബന വ നവാസിയന വ ജവാരിഹന ബിയദിക്. പടച്ചോനെ, എൻ്റെ ഹൃദയവും എൻ്റെ അടക്കവും അനക്കവും എല്ലാം നിന്റെ പിടിയിലാണ്, നിന്റെ കയ്യിലാണ്, അതിനെ നന്നാക്കി തരണമേ എന്ന് ദുആ. लम तुमल्लिकना मिनहा शैया फइज़ा फ़अलत ज़ालिक बिना फकुन अंत वलियुना वहदिना इला सवाई सबील, वहदिना इला सवाई सबील. या अल्लाह, जब तूने हमको ऐसा बेकस बनाया है कि हमारा दिल हमारे हाथ में नहीं है, तो तू हमारा काम बनाने वाला हो जा, कारसाज हो जा, अंत वलियुना, हमारा वली हो जा, और हमें सीधी राह पर चला, सीधी राह पर चला. അതുകൊണ്ട് ഈ നമ്മുടെ കയ്യിലില്ലാത്ത, നമ്മളുടെ മിൽക്കിയത്തിലില്ലാത്ത, പിടിയിലില്ലാത്ത എൻ്റെ ഹൃദയം പടച്ചോനെ, നീ അതിനെ നേർമാർഗത്തിലൂടെ നയിക്കണമേ, അതിലൂടെ സത്യത്തിലേക്ക്, നേർമാർഗത്തിലേക്ക് ചലിപ്പിക്കണമേ, നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഹൃദയത്തെയും ദീനിൽ നീ ഉറപ്പിച്ചു തരണമേ എന്ന ദുആന്റെ ആശയം. दुआएं बड़ी दौलत हैं. ദുആക്കൾ വലിയൊരു സമ്പത്താണ്. यह सिर्फ मुसलमान के पास है, दुनिया में किसी कौम के पास दुआ नहीं है. ഇത് വെറും മുസ്ലിമീങ്ങളുടെ മാത്രം കയ്യിലുള്ള സമ്പത്താണ്. വേറെ ഒരു സമൂഹത്തിനും ദുആയുടെ സമ്പത്തില്ല. दुआएं किसी से पूछो, क्या दुआ मांगते हो, वो ये कहेगा कि मैं एक अच्छा मकान मांगता हूँ, एक अच्छी कार मांगता हूँ, बस. मर गया क्या होगा? നിങ്ങൾ മറ്റ് സമൂഹത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കി, നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ അവർ പറയും, നല്ലൊരു വീടുണ്ടാവണേ, നല്ലൊരു കാർ ഉണ്ടാവണേ. ഇതൊക്കെയാണ് അവർ ദുആ ചെയ്യുന്നത്. മരണത്തിന് ശേഷം എന്താവണം, ഇതൊന്നും അവരുടെ ദുആയിലില്ല, അത് ചോദിക്കാറില്ല അവര്. हुजूर सल्लल्लाहु अलैहि वसल्लम ने कोई खैर और भलाई ऐसी नहीं छोड़ी जो अल्लाह से ना मांगी हो, और किसी कोई बुराई और फितना फसाद ऐसा नहीं से हुजूर ने पनाह ना मांगी. हर खैर और भलाई को हुजूर ने अल्लाह से मांगा, हर शर और फसाद से अल्लाह से हुजूर ने पनाह चाही. സോമരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു എല്ലാ നന്മയും, ഒരു നന്മയും വിട്ടിട്ടില്ല, ഒരു ഖൈറും വിട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറയാത്ത, ദുആ ചെയ്യാത്തതായി ഒരു നന്മയും ഒരു ഖൈറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടിട്ടില്ല. ഒരു ഉപദ്രവകരമായ കുഴപ്പങ്ങളോ ഫിത്നകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി അതിനെതിരെ ശരണം ചോദിക്കാത്ത, അതിനെതിരെ കാവൽ ചോദിക്കാത്ത ഒരു കാര്യവും നബി സല്ലല്ലാഹു വിട്ടിട്ടില്ല. എല്ലാത്തിനെയും, എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഫിത്നകൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. कुरान करीम में दुआओं का खजाना है. ഖുർആനിൽ
ദുആക്കളുടെ വലിയൊരു ഖജനാവ് തന്നെയുണ്ട്. ഖജനാവ്, ये खजाना सिर्फ मुसलमान के पास है, ഈ ഖജനാവ് നമ്മൾ മുസ്ലിമീങ്ങളുടെ കയ്യിൽ മാത്രമുള്ള സമ്പത്താണ്. लेकिन हम उस खजाने से वाकिफ नहीं है. പക്ഷെ നമുക്കാണെങ്കിലോ ഈ ഖജനാവുമായിട്ട് ഒരു ബന്ധമില്ല. सारे नबियों की दुआएं अल्लाह ने कुरान में नाजिल करके उनको क़यामत तक के लिए सेव कर दिया. सेव എല്ലാ നബിമാര് ചെയ്ത ദുആകള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് വേണ്ടി ഇറക്കുകയും അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സേവ് ചെയ്തിരിക്കുകയാണ്, അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾക്ക് വേണ്ടി. नबियों की दुआएं कुरान में देखिए. നബിമാരുടെ ദുആകൾ അതേ വാക്കുകൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്, എഴുതിയിരിക്കുകയാണ്. अमेरिका में न्यूयॉर्क में एक दारुल उलूम है. അമേരിക്കയില് ന്യൂയോർക്കില് ഒരു ദാറുൽ ഉലൂം ഉണ്ട്, ഒരു മദ്രസയുണ്ട്. जैसे एक कौसरिया है, ഈ കൗസരിയെ പോലെ ऐसा दारुल उलूम न्यूयॉर्क में है. അങ്ങനത്തെ ഒരു മദ്രസ ന്യൂയോർക്കിലുണ്ട്, അമേരിക്കയില്. वो कहाँ है? न्यूयॉर्क चंगनाश्ശേരി के पास से. ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? നമ്മുടെ ചങ്ങനാശ്ശേരിന്റെ അടുത്ത സ്ഥലമാണോ? പറയും. अमेरिका में, അമേരിക്കയില്. और वो भी ऐसा शहर न्यूयॉर्क, അതും എങ്ങനത്തെ പട്ടണം? ന്യൂയോർക്ക് പോലത്തെ പട്ടണം. उसमें मदरसा. അവിടെ ദീനിന്റെ മദ്രസ. तो वहाँ के मोहतमीम हमको मदरसे में ले गए. അവിടുത്തെ പ്രിൻസിപ്പൾ നമ്മളെ മദ്രസ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. तो वो सब बच्चे बैठे हुए थे, അവിടെയുള്ള മുഴുവൻ കുട്ടികളും അവിടെ ഒരുമിച്ച് കൂടി നമ്മളെ हिफ्स की क्लास में ले गए. നമ്മളെ കൊണ്ടുപോയത് ഒരു ഹിഫ്ലിന്റെ ക്ലാസ്സിലേക്കാണ് കൊണ്ടുപോയത്, ഖുറാന്റെ മനപ്പാഠമാക്കുന്ന ക്ലാസ്സിലേക്ക്. कुछ बच्चों ने पूरा कर लिया, कुछ ने 10 पारे 20 पारे पढ़े हैं, बताया उन्होंने. അദ്ദേഹം കാണിച്ചു തന്നതാ, ചില കുട്ടികൾ 10 ജുസായിട്ടുണ്ട്, ചില കുട്ടികൾ 20 ജുസായിട്ടുണ്ട്, ചിലർ ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കാണിച്ചു തന്നു, പരിചയപ്പെടുത്തി തന്നു. उन बच्चों को देखकर ऐसा लग रहा था कि ये आसमान से फरिश्ते उतर कर हिफ्स कर रहे हैं. ആ കുട്ടികളെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് ഇവർ ആകാശത്ത് നിന്നും ഇറങ്ങി വന്ന മലക്കുകൾ, എന്നിട്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്ന് മലക്കുകളെ പോലെ അവരെ കണ്ടപ്പോൾ നമുക്ക് തോന്നിപ്പോയി. अरे न्यूयॉर्क में ऐसे बच्चे, ന്യൂയോർക്കിൽ ഇങ്ങനത്തെ ഈ ടൈപ്പ് കുട്ടികളോ? ന്യൂയോർക്കിൽ जहां फट्टी पैंट पहन के चलना फैशन है. ഏത് രാജ്യം? കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കൽ ഫാഷനായി കരുതപ്പെടുന്ന രാജ്യത്ത് ऐसे बच्चे ये कहां से आ गए? ഇങ്ങനത്തെ കുട്ടികൾ ഇത് എവിടുന്നാണ് ഇവർ വന്ന് ഇവിടെ പെട്ടത്? उसमें 3 किस्म के बच्चे थे. അതിൽ 3 ടൈപ്പ് കുട്ടികൾ ഉണ്ടായിരുന്നു. एक यूरोपियन, ഒരു ടൈപ്പ് കുട്ടികൾ അവര് യൂറോപ്യൻസ് ആണ്, യൂറോപ്പുകാര്. जो लोग यूरोप से आके अमेरिका में बसे, യൂറോപ്പിൽ നിന്നും വന്ന് അമേരിക്കയിൽ താമസിക്കുന്ന യൂറോപ്യൻസിന്റെ മക്കൾ. वो गोरे, उनके बच्चे भी गोरे. അവർ വെളുത്തവർ, അവരെ മക്കൾ വെളുത്തവർ. एक किस्म अफ्रीका के लोग जिनको अफ्रो अमेरिकन कहते हैं, जो अफ्रीका से गुलाम बनाकर लाकर बेचे गए अमेरिका में, तो वो काले, उनके बच्चे भी काले. രണ്ടാമത്തെ ടൈപ്പ് കുട്ടികൾ ആഫ്രിക്കയിൽ നിന്നും വന്ന കുട്ടികൾ, ആഫ്രോ അമേരിക്കൻസ് എന്ന് പറയുന്ന നീഗ്രോകളായ മക്കള്. അവർ ആഫ്രിക്കയിൽ നിന്നും അവരെ ആ കാലഘട്ടത്തിൽ അടിമച്ചന്തയിൽ വാങ്ങി കൊണ്ടുവന്ന് വിൽക്കപ്പെട്ട് അമേരിക്കയിൽ ബാക്കിയായ ആൾക്കാർ, അവർ കറുത്തവർ, അവരെ മക്കളും കറുത്തവര്. तीसरी किस्म हमारे इंडिया, पाकिस्तान, बांग्लादेश के लाल पीले. മൂന്നാമത്തെ ടൈപ്പ് നമ്മളെ പോലത്തെ ആൾക്കാർ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് രണ്ടിന്റെ ഇടയിലുള്ള ടൈപ്പ് ആൾക്കാർ. उनके बच्चे भी वैसे. അവരെ നമ്മളെ പോലെ തന്നെ നമ്മളെ മക്കളെ കാണാൻ. सब तीनों में से बच्चे मिल के कुरान हिफ्ज कर रहे हैं. ഇപ്പൊ 3 ടൈപ്പ് കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഖുറാൻ ഹിഫ്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. तो उन्होंने प्रिंसिपल ने मुझसे कहा कि इनको कुछ नसीहत करो. അപ്പം പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു നസീഹത്ത്, ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കും ഈ മക്കൾക്ക്. मैं सोचने लगा इन फरिश्तों को क्या नसीहत करूं. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, പടച്ചോനെ ഈ മലക്കുകളെ പോലത്തെ ഈ കുട്ടികളോട് ഞാൻ എന്ത് പറയാനാണ്? ये तो फरिश्ते हैं. ഇവര് മലക്കുകളെ പോലത്തെ എത്ര നല്ല കുട്ടികൾ. एकदम से फिर मेरे दिल में बात आई. मैंने कहा कि देखो बच्चों, दुनिया की सबसे कीमती दौलत तुम्हारे सीने में है. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി, മനസ്സിലായി, ഓർമ്മ വന്നൊരു കാര്യം ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിൽ ആക്കിയിരിക്കുകയാണ്. रूए जमीन पर सबसे बड़ी अल्लाह की नेमत और दौलत वो कुरान है, वो तुम्हारे सीनों में है. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ, ഈ ലോകത്ത്, പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ ആക്കി തന്നിരിക്കുകയാണ്. ये हुजूर का मौजूज़ा है.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്, അമാനുഷിക ശക്തിയാണ്. अल्लाह ने हर नबी को मौजूदा दिया. അല്ലാഹു സുബ്ഹാനഹു വതആല മുഴുവൻ നബിമാർക്കും എന്തെങ്കിലും ഒരു लेकिन उनका मौजूदा उनके साथ चला गया. അവരുടെ എല്ലാവരുടെയും അമാനുഷിക ശക്തികൾ, മുഅ്ജിസത്ത് അവർ പോകുന്നതോടുകൂടി ദുനിയാവിൽ നിന്നും അത് മറഞ്ഞുപോയി, കഴിഞ്ഞുപോയി. हजरत मूसा अलैहिस्सलाम का ये असा है ना, वो तुर्की के अजायब खाने में मौजूद है. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വടി അത് തുർക്കിയിലെ ഉള്ള മ്യൂസിയത്തിൽ ഇന്നും ബാക്കിയുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാം ഉപയോഗിച്ച ഇതുപോലത്തെ വടി. तुर्की के म्यूजियम में एक सेक्शन है सब पुरानी चीज़ों का. यूसुफ अलैहिस्सलाम का असा है, मूसा अलैहिस्सलाम का, यूसुफ अलैहिस्सलाम का अमामा, ईसा अलैहिस्सलाम का, मूसा अलैहिस्सलाम का असा, और सहाबा की तलवारें उनके नामों के साथ. ये अब्दुल्ला बिन ज़ुबैर की तलवार है, सैयदना अली की तलवार है. ये सब चीज़, वो कुरान जो हज़रत उस्मान पढ़ रहे थे और शहीद हुए और उस पर उनके खून के कतरे पड़े हैं, वो है. तो ये एक सेक्शन है वहाँ ऐसी तबरुकात का, उसमें मूसा अलैहिस्सलाम का आसा भी है. തുർക്കിയിലുള്ള ഒരു മ്യൂസിയത്തിൽ നമ്മൾ പോയപ്പോൾ കണ്ടത്, അവിടെ ഒരു സെക്ഷൻ വെറും ഇങ്ങനത്തെ കാര്യങ്ങളാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉപയോഗിച്ച തലപ്പാവ്, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വടി, അതുപോലെ സഹാബാക്കളായ മഹാന്മാർ ഉപയോഗിച്ച വാളുകൾ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ, അലി റളിയല്ലാഹുവിന്റെ വാളുകൾ, ഉസ്മാൻ റളിയല്ലാഹു തആല ഓതിയ ഖുർആൻ, അതിൽ അദ്ദേഹത്തിന്റെ ചോരപ്പാട് വീണ ഖുർആൻ, അങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ ആ മ്യൂസിയത്തിൽ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിച്ചത് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വടി. लेकिन वो असा अब अजदा नहीं बनता, वो असा अब अजदा नहीं बनता, वो सांप नहीं बनता. പക്ഷെ ആ വടി ഉണ്ടല്ലോ, ഇപ്പം മൂസ നബി അലൈഹി ഇസ്ലാം ഉപയോഗിച്ച അതേ വടി അതിനൊരിക്കലും പാമ്പാവുകയില്ല. അത് കഴിഞ്ഞു, അതിനൊരിക്കലും പാമ്പാവില്ല. അത് വടി തന്നെ, അത് വടിയായി നിലനിൽക്കും. वो उनका मौजूदा उनके जमाने में उनके साथ था. അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കൊടുക്കപ്പെട്ട പ്രത്യേകമായ ഒരു മോചിസത്തായിരുന്നു, അമാനുഷിക ശക്തിയായിരുന്നു. അത് കഴിഞ്ഞു, അദ്ദേഹം പോയി, അതോടുകൂടി തീർന്നു. लेकिन हुजूर का मौजूदा कुरान है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോചിസത്ത് അത് ഖുർആനാണ്. ഖുർആൻ वो क़यामत तक के लिए बाकी है. അത് ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുന്നതാണ്. हुजूर से लोग पूछते थे कि आपके नबी होने की क्या दलील है, तो आप उनको कुरान सुनाते थे. देखो ये कलाम है अल्लाह का, मेरे ऊपर उतरा है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആൾക്കാർ ചോദിക്കുമായിരുന്നു, നിങ്ങൾ നബിയാണെന്നതിന്റെ തെളിവെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുമായിരുന്നു. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, എന്റെ മേൽ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ് ഖുർആൻ ഓതി കേൾപ്പിക്കുമായിരുന്നു. तो मैंने उन बच्चों से कहा, ഞാൻ ആ മക്കളോട് പറഞ്ഞു, कि ये अल्लाह की सबसे दुनिया में सबसे बड़ी दौलत है कुरान, वो तुम्हारे सीने में है. ഞാൻ അവരോട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇറക്കിയ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുകയാണ് ഖുർആൻ. दुनिया के किसी कौम का कोई दीनी बड़ा, उनके दीन का बड़ा आदमी, सब किसी भी कौम का, उसे अपने मजहब की किताब याद नहीं है. ദുനിയാവിലുള്ള വേറെ ഏത് സമൂഹം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനിയായ ആള്, അതിലേറ്റവും വലിയ പണ്ഡിതന് അവരുടെ ഗ്രന്ഥം അത് പൂർണ്ണമായി മനഃപ്പാടമാക്കി അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവുകയില്ല. किसी भी मजहब का बड़ा, ഏത് മതം നിങ്ങൾ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളി, उसे अपने मजहब की किताब याद नहीं है. അവർക്ക് പക്ഷേ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് ആ ഗ്രന്ഥം കാണാപ്പാടമായി പൂർണ്ണമായി അവർക്ക് അറിയുന്നുണ്ടാവുകയില്ല. चूंकि अमेरिका में बात हो रही थी, चूंकि ये बात अमेरिका में हो रही थी, കാരണം ഈ ഞാൻ ഇവരോട് സംസാരിച്ചത് അമേരിക്കയിലാണ്. तो मैंने उनसे कहा कि ईसाइयों का सबसे बड़ा पोप है. ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ, ഈസായി ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? പോപ്പാണ്, പോപ്പ്. लेकिन पोप को बाइबल याद नहीं है. ഇപ്പൊ വത്തിക്കാനിലെ പോപ്പിന് മുഴുവൻ ബൈബിളും കാണാപ്പാട് അറിയില്ല. उनसे पूछा मैंने, ഞാൻ അവരോട് ചോദിച്ചു, അവർക്ക് അറിയോ? याद है नहीं है? അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവോ ഇല്ലേ? नहीं है. അപ്പൊ അവർ പറഞ്ഞില്ല. चैलेंज करो. ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ വെല്ലുവിളിച്ചോളി, ചാലഞ്ച് ചെയ്തോളി. भाई अपनी किताब सुनाओ. നമുക്ക് ചോദിക്കാം, നിങ്ങളെ കിതാബ് ഒന്ന് നിങ്ങൾ ഓതി अरे കേൾപ്പിക്കും. तुम्हारी किताब सुनाओ. നിങ്ങളെ കിതാബ് നിങ്ങളൊന്നും ഫുള്ളായിട്ട് ഓതി കേൾപ്പിക്കും. तो उसे याद नहीं है. അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവുകയില്ല.
चंद जुमले याद होंगे. അവിടുന്ന് ഇവിടുന്നെല്ലാം കുറെ വാക്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവും. पैदा हुआ तो क्या पढ़ना, ജനിച്ചാൽ ഉടനെ എന്താണ് പറയേണ്ടത് അത് ഓർമ്മ ഉണ്ടാവും. ചിലപ്പം ഉരുവിടേണ്ടത്. बच्चा पैदा हुआ तो क्या पढ़ना, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ കുട്ടീനോട് പറയേണ്ടത് എന്ന വാക്യം അവർക്ക് ഓർമ്മ ഉണ്ടാവും. शादी हुई तो क्या पढ़ना, കല്യാണ വേളയിൽ എന്താണ് ഉരുവിടേണ്ടത് ആ വാക്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. मर गया तो क्या पढ़ना, മരിച്ചാൽ എന്താ ചെല്ലേണ്ടത് അതും അവർക്ക് ഓർമ്മ अरे ഉണ്ടാവും. जिंदगी कैसे गुजारना, അതിനിടയിലുള്ള ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതറിയൂല. पैदा हुआ तो ये पढ़ो, शादी हुई तो ये पढ़ो, मर गया तो ये पढ़ो, जिंदगी कैसे गुजारो. ജനിച്ചാൽ ചെല്ലേണ്ടത് ഇതാണ്, കല്യാണം കഴിക്കുമ്പോൾ ചെല്ലേണ്ടത് ഇതാണ്, മരിച്ചാൽ ചെല്ലേണ്ടത് ഇതാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതറിയൂല. അതിനെക്കുറിച്ചുള്ള വാക്യങ്ങൾ ഓർമ്മ तो ഉണ്ടാവും. दुनिया के किसी कौम के बड़े को उसकी किताब याद नहीं है. ദുനിയാവിലുള്ള എല്ലാ സംഭവങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് അവരുടെ കിതാബിൽ എന്താണ് എഴുതിയത് തന്നെ അവർക്ക് പൂർണ്ണമായി അറിയുന്നുണ്ടാവില്ല. और ये देखो तुम बच्चे बच्चे को अल्लाह का कलाम याद है. എന്നാ നിങ്ങൾ നോക്കി, നിങ്ങളാണെങ്കിൽ ചെറിയ കുട്ടികൾ, നിങ്ങൾക്ക് ഖുറാന് കലാം പൂർണ്ണമായി നിങ്ങൾക്ക് അറിയാം. कितनी बड़ी दौलत है. എത്ര വലിയ സമ്പത്താണ്. तो मैं कह रहा था कि अल्लाह ने कुरान करीम में नबियों की दुआएं अल्लाह ने नाजिल करके उनको सेव किया है. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഈ നബിമാരുടെ ദുആകൾ അത് ഇറക്കി അതിനെ സൂക്ഷിച്ചിരിക്കുകയാണ്, സേവ് ചെയ്തിരിക്കുകയാണ്. और हमें दिया है क़यामत तक के लिए. നമുക്ക് നൽകിയിരിക്കുകയാണ് ഖിയാമത്ത് നാൾ വരേക്കും. आदम अलैहिस्सलाम ने क्या दुआ मांगी, ആദം നബി അലൈഹി സ്വലാം എന്ത് ദുആണ് ചെയ്തത്? जिस पर उनका क़ुसूर माफ हो गया. അദ്ദേഹത്തിന്റെ തെറ്റുകൾ പൂർണ്ണമായി മാപ്പാക്കപ്പെട്ട ആ വാക്യങ്ങൾ ഏതാണ്? नूह अलैहिस्सलाम ने क्या दुआ मांगी, നൂഹ് നബി അലൈഹി സ്വലാം ഏത് ദുആ ചെയ്തു? यूनुस अलैहिस्सलाम ने क्या दुआ मांगी, യൂനുസ് നബി അലൈഹി സ്വലാം ഏത് ദുആ ചെയ്തു? मूसा अलैहिस्सलाम ने क्या दुआ मांगी. മൂസ നബി അലൈഹി സ്വലാം ഏത് ദുആകളാണ് ചെയ്തത്? नबियों की दुआएं कुरान में, നബിമാര് ചെയ്ത പ്രാർത്ഥനകൾ ഖുർആനില് वो क़यामत तक के लिए हमारे पास है. ഖിയാമത്ത് നാൾ വരെ അത് നമ്മളിൽ നിലനിൽക്കുകയാണ്. यूनुस अलैहिस्सलाम को യൂനുസ് നബി അലൈഹി സ്വലാമിനെ अल्लाह ने एक कौम की तरफ भेजा. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൗമിലേക്ക് അയച്ചു. वो उस कौम को दीन की तरफ बुलाते रहे. അദ്ദേഹം ആ സമൂഹത്തിനെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. कौम ने नहीं माना, സമൂഹം അത് ക്ഷണം സ്വീകരിച്ചില്ല, അതിനെ റിജക്ട് ചെയ്തു. जमाना गुजर गया. കുറെ കാലം കഴിഞ്ഞുപോയി. अल्लाह ने यूनुस अलैहिस्सलाम से फरमाया कि कौम को कह दो कि 3 दिन का टाइम है, 3 दिन के अंदर अगर तुम ईमान नहीं लाए तो अजाब आएगा. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി ഇസ്ലാമിലൂടെ ആ സമൂഹത്തിന് അറിയിച്ചു, നിങ്ങൾക്ക് അൾട്ടിമേറ്റം 3 ദിവസത്തെ സമയമുണ്ട്. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഈ സന്ദേശം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള അദാബ്, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളിൻ. 3 दिन गुजर गए, 3 ദിവസം പൂർത്തിയായി. कौम ईमान नहीं लाई. ആ സമൂഹം ഈമാനിലേക്ക് പ്രവേശിച്ചില്ല. अजाब के आसार नजर आने लगे. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷകളുടെ അടയാളങ്ങൾ വരാൻ തുടങ്ങി, കാണാൻ തുടങ്ങി. काले काले बादल, കറുകറുത്ത മേഘങ്ങൾ കാണാൻ തുടങ്ങി ആകാശത്ത്. उसमें से डरावनी खौफनाक आवाजें. അതിൽ നിന്നും പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഗർജനങ്ങളും ശബ്ദങ്ങളും. यूनुस अलैहिस्सलाम ने देखा कि 3 दिन गुजर गए, अब अल्लाह का अजाब आएगा तो मैं यहाँ क्यों रहूं. യൂനുസ് നബി അലൈഹി സ്വലാം കണ്ടപ്പം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള അദാബ് വരാൻ പോവാണ്, ഇവരുടെ സമയമാണെങ്കിൽ പൂർത്തിയായിരിക്കുകയും ചെയ്തിരിക്കുകയാണ്, ഇനിയിപ്പോ ഞാൻ എന്തിനാ അവിടെ നിൽക്കേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. वो निकल गए. അദ്ദേഹം ആ പ്രദേശത്തു നിന്നും അദ്ദേഹം പോയി കളഞ്ഞു. वो साहिल पर गए, वहां से एक जहाज जा रहा था, वो जहाज में बैठ गए. അദ്ദേഹം കടൽ തീരത്ത് പോയി അവിടെ ഒരു കപ്പൽ കണ്ടു. ആ കപ്പലിൽ കയറി അദ്ദേഹം യാത്ര പുറപ്പെട്ടു. जहाज समंदर के बीच में गया, ആ കപ്പല് സമുദ്രത്തിന്റെ നടുവിലെത്തി, മധ്യത്തിലെത്തി. तूफान आया. ആ സമയത്ത് വലിയ ഒരു കൊടുങ്കാറ്റ് വന്നു. तो जहाज चलाने वाले ने कहा कि वेट बढ़ गया है. അപ്പം ഈ കപ്പലുകാരൻ പറഞ്ഞു, അല്ലോ നമ്മൾ കുടുങ്ങിപ്പോയിരിക്കുകയാണല്ലോ, ഇത് വലിയൊരു അപകടം വരാൻ പോവാണല്ലോ. एक आदमी को उतार दो, ഒരാളെ തൽക്കാലം ഇതിൽ നിന്നും ഒഴിവാക്കണം, കാരണം ഇതിന് കനം കൂടിയിരിക്കുകയാണ്. नहीं तो जहाज डूब जाएगा. കാരണം ഈ കപ്പൽ ഇങ്ങനെ ഒലയാൻ തുടങ്ങി, കനം കൂടുതലാണ്. ഒരാൾ എന്തായാലും എന്ത് ചെയ്യണം, ഈ കപ്പലിൽ നിന്ന് ഇറക്കണം വെള്ളത്തിലേക്ക്. कहाँ उतारना, എവിടെയാണ് ഇറക്കേണ്ടത്? अरे कहाँ उतारना, പറയും, എവിടെയാണ് ഇറക്കേണ്ടത്? आलवाई में उतार देंगे, ആലുവയിലാണ് ഇറക്കേണ്ടത്? समंदर में उतार. വെള്ളത്തിലേക്ക്, നടു സമുദ്രത്തിൽ മധ്യത്തിൽ ഇറക്കാൻ പോവാണ്. समंदर में किसको डालना, സമുദ്രത്തിലേക്ക് ആരെയാണ് ഇറക്കേണ്ടത്? कुरा उठाओ,
कुरा सबके नाम डाल के, എല്ലാവരുടെ പേരില് നറുക്കിട്ടു. ഖുറ, जिसका नाम आए उसको डाल दो. ആരുടെ പേരാണ് ഈ നറുക്കിൽ വീഴുന്നത് അവനെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇട്ടേക്കാം. खुरा उठाया तो यूनुस अलैहिस्सलाम का नाम आया. അത് നറുക്ക് തുറന്നു നോക്കിയപ്പോ ആരുടെ പേര്? ഹദറത്ത് യൂനുസ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പേര്. तो जहाज वाले कहने लगे कि इतने अच्छे बुजुर्ग को समंदर में डालना, ये खुरा गलत है. അപ്പൊ ഈ കപ്പലിലെ ആൾക്കാർ പറഞ്ഞ്, ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞ്, ഇത്ര വലിയ മഹാനായ ഒരു പടച്ചവനായിട്ട് അടുത്ത ഒരാളെ പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടുക, അത് നമുക്ക് നറുക്ക് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. दोबारा डालो. രണ്ടാമത് നറുക്കിട്ടെന്ന് പറഞ്ഞു. दोबारा उन्हीं का नाम आया. രണ്ടാമത് നറുക്കിട്ട് കടലാസ് എടുത്ത് നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ പേര് തന്നെ. जहाज वाले नहीं माने कि ऐसे बुजुर्ग को हम नहीं डालेंगे पानी. അപ്പൊ കപ്പലിലെ എല്ലാ ആൾക്കാരും പറഞ്ഞു, അത് ശരിയല്ല കേട്ടോ, അദ്ദേഹത്തിന് അങ്ങനെ ഇടുന്നത് ശരിയല്ല, അദ്ദേഹം വലിയൊരു മഹാനാണെന്ന് പറഞ്ഞു. फिर खुरा उड़ाओ. വീണ്ടും നറുക്കിട്ടു. तीसरी मर्तबा भी इन्हीं का नाम आया. മൂന്നാമത്തെ പ്രാവശ്യം നറുക്കിൽ ആരുടെ പേര് വന്നു? ഇദ്ദേഹത്തിന്റെ പേര് വന്നു. तो यूनुस अलैहिस्सलाम कहने लगे कि मैं ही हूं अपने आका से भागा हुआ गुलाम, मुझे समंदर में डाल दो, तुम्हारा जहाज बच जाएगा. और उलमा ने लिखा है कि वो खुद कूद गए. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ തന്നെയാണ് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്നും ഓടിപ്പോയ ആള്, എന്റെ കാരണം കൊണ്ടാണ് ഇതുണ്ടായത്, അതുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് പോകേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് പറയുകയും ഉലമാക്കൾ എഴുതിയിട്ടുണ്ട് വിശദീകരണത്തിൽ. അദ്ദേഹത്തിന് ഇടേണ്ടി വന്നില്ല, അദ്ദേഹം തന്നെ സ്വയം വെള്ളത്തിലേക്ക് ചാടി. अब वह ये हुआ था कि अभी हिजरत का हुक्म आया नहीं था. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഹിജ്റ ചെയ്ത് പുറപ്പെടാനുള്ള കൽപ്പന വന്നിട്ടുണ്ടായിരുന്നില്ല. ये तो आ गया था कि अज़ाब आएगा 3 दिन बाद, लेकिन तुम हिजरत करो ये इजाजत नहीं आई. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്, 3 ദിവസം കഴിഞ്ഞാൽ അദാബ് വരും. പക്ഷേ ആ നാട് വിട്ടു പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന വന്നിട്ടുണ്ടായിരുന്നില്ല. और नबी कोई काम अल्लाह की के हुक्म के बगैर नहीं कर सकता. നബിമാർക്ക് അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാനുള്ള അനുവാദമില്ല. तो यूनुस अलैहिस्सलाम कहने लगे मैं भाग के आ गया യൂനുസ് നബി उस कौम से जिसकी तरफ मुझे अल्लाह ने भेजा था. യൂനുസ് നബി അലൈഹി സ്വലാം പറയുകയുണ്ടായി, ഞാൻ ആ സമൂഹത്തിനെ വിട്ട് ഓടി വന്നു. ഏത് കൗമിൽ നിന്നും? എന്നെ അയക്കപ്പെട്ട കൗമിൽ നിന്നും തീരുമാനം വരുന്നതിന് മുമ്പ് ഞാൻ അവിടുന്ന് പുറപ്പെട്ടു പോയി. तो मैं भागा हुआ गुलाम, ഞാൻ ഓടിപ്പോയ ഒരു അടിമയാണ്. कि मुझे जिस काम के लिए भेजा था वो मैंने किए बगैर आ गया. मैं ഞാൻ ഏത് ജോലിക്ക് വേണ്ടി എന്നെ അയച്ചോ ആ ജോലി പൂർത്തിയാക്കാണ്ട് തിരിച്ചു പോയി. इजाजत के बगैर. അനുവാദം ചോദിക്കാണ്ട് പുറപ്പെട്ടു വന്നുപോയി. तो अब मछली के पेट में चले गए. ഒരു മീൻ വന്ന് അദ്ദേഹത്തിനെ സമുദ്രത്തിൽ വിഴുങ്ങി. അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിലായി പോയി അദ്ദേഹം. बड़ी बड़ी मछलियां होती हैं समंदर में, കടലിൽ വലിയ വലിയ മത്സ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. तो वो लुकमा बना लिया उसने. ഒരു മത്സ്യം അദ്ദേഹത്തിനെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. ഒരു പിടി എന്ന പോലെ, ആഹാരത്തിന്റെ പിടി എന്ന പോലെ അദ്ദേഹത്തെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. अब कहाँ है वो? ഇപ്പൊ അദ്ദേഹം എവിടെയായിപ്പോയി? कहाँ है भाई? പറയ, എവിടെയായിപ്പോയി? मछली के पेट में. മത്സ്യത്തിന്റെ വയറ്റിനകത്ത്. वहां से उन्होंने अल्लाह को पुकारा. അവിടെ നിന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു, വിളിച്ചു. 3 अंधेरियों में, 3 ഇരുട്ടിന്റെ ഉള്ളിൽ, അന്ധകാരത്തിന്റെ ഉള്ളിൽ, रात का अंधेरा, രാത്രിയുടെ ഇരുട്ട്, समंदर का अंधेरा, സമുദ്രത്തിന്റെ ഇരുട്ട്, मछली के पेट का अंधेरा. ഒരു മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്തുണ്ടാവുന്ന ഇരുട്ട്, 3 ഇരുട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട്. समंदर में अंधेरा बहुत डरावना होता है. ഈ കടലിന്റെ അടിയിലുള്ള ഇരുട്ട് അത് വളരെയധികം പേടിപ്പിക്കുന്ന, പരിഭ്രമം പരത്തുന്ന ഇരുട്ടാണ് സാധാരണ രീതിയിൽ. फिर रात का अंधेरा, രാത്രിയുടെ ഇരുട്ട് അത് വേറെ ഭാഗത്ത്. और मछली के पेट के अंदर, മാത്രമല്ല മീനിന്റെ വയറ്റിനകത്തും. वहां से उन्होंने अल्लाह को पुकारा. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു. 3 अंधेरियों में से 3 അന്ധകാരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിളിച്ചു. ला इलाहा പറയും, इल्ला अंत ഇല്ല അൻത सुब्हानक इन्नी कुन्तु मिनल. സുബ്ഹാനക ഇന്നി കുന്തു മിനദ് ളാലിമീൻ. എല്ലാവരും കാണാപ്പാടെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. ला इलाहा ലാ ഇലാഹ इल्ला अंत ഇല്ലാ അൻത सुब्हानक സുബ്ഹാനക इन्नी कुन्तु मिनल ज़ालिमीन. ഇന്നി കുന്തു മിനദ് ളാലിമീൻ. तो अल्लाह ने मछली को हुक्म दिया कि ये तेरी ग़िज़ा नहीं है, हमारी अमानत है तेरे पेट में. അള്ളാഹു സുബ്ഹാനഹു വ തആല മത്സ്യത്തിന് ഓർഡർ കൊടുത്തു, ഇത് നിന്റെ ഭക്ഷണമല്ല, ഇതെന്റെ അമാനത്താണ്, നിന്റെ വയറ്റിനകത്ത് കുടുങ്ങിപ്പോയതാണ്. इसको जाके साहिल पर उगलो. അതുകൊണ്ട് നീ ഇതിനെ കൊണ്ടുപോയി കടൽ തീരത്ത് ഛർദ്ദിച്ച് പുറത്തേക്ക് കളഞ്ഞേക്ക്.
उधर उस कौम ने जब अजाब को आते देखा कि बादल करीब आ गए, उसमें डरावनी आवाजें आ रही हैं, അപ്പൊ ആ സന്ദർഭത്തിൽ ആ കൗമ്, ഏത് കൗമിനെ യൂനുസ് നബി അലൈഹി സ്വലാം വിട്ടിട്ട് വന്നോ, അവർ കാണാൻ തുടങ്ങി ആകാശത്ത് മേഘങ്ങൾ കറുത്തിരുളുകയും അതിൽ നിന്നും ഘോര ഗർജനങ്ങളും ശബ്ദങ്ങളും പുറത്തു വരുന്നതായിട്ട് അവർ കാണാൻ തുടങ്ങി. तो वो तलाश करने लगे यूनुस अलैहिस्सलाम कहाँ हैं, अब हम अजाब देख रहे हैं, ईमान लाएंगे अब हम. അപ്പൊ അവര് ആ അവസ്ഥ വന്നപ്പോ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? യൂനുസ് നബി അലൈഹി സ്വലാമിനെ തരാൻ തുടങ്ങി. അല്ല, ഈ അവസ്ഥ വരുമെന്ന് പറഞ്ഞ യൂനുസ് നബി അലൈഹി സ്വലാം എവിടെ? അദ്ദേഹം കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്ന സന്ദേശം ഏറ്റെടുത്ത് നമ്മളെല്ലാരും അദ്ദേഹത്തിന് ആളാകാം എന്നവർ തരാൻ തുടങ്ങി. वो नहीं मिले, പക്ഷെ അദ്ദേഹത്തിനെ കാണാനില്ല. वो तो वहां मछली के पेट में. പക്ഷെ ആ സന്ദർഭത്തിൽ അദ്ദേഹം എവിടെയുള്ളത്? മത്സ്യത്തിന്റെ വയറ്റിനകത്താണ്. वो रोते, तौबा करते, इस्तिग़फ़ार पढ़ते, सब जंगल में जमा हो गए, मैदान में औरतें बच्चे सब रोते हुए तौबा करते हुए मैदान में जमा हो गए. അവരെല്ലാരും കൂടിയും കരഞ്ഞു, പേടിച്ചു, നിലവിളിച്ചു, തോബ ചെയ്തു. അവരിലുള്ള കുട്ടികൾ, അവരിലുള്ള സ്ത്രീകൾ, വൃദ്ധന്മാർ എല്ലാവരും കൂടിയും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി ഈ അവസ്ഥ കണ്ടിട്ട് പേടിച്ചിട്ട് तौबा करके रोने लगे. അവർ തോബ ചെയ്യാൻ തുടങ്ങി, അവർ കരയാൻ തുടങ്ങി. तो अल्लाह ने अजाब उठा लिया. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അവരെ മേൽ ഇറക്കിയ ആ ശിക്ഷയുടെ അലാമത്തുകൾ, അടയാളങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിൻവലിച്ചു. अल्लाह फरमाते हैं कि नबी होंगे तो भी अजाब नहीं होगा, और कौम पूरी तौबा करती रहेगी, अल्लाह से माफी मांगती रहेगी, तो इस्तिग़फ़ार और तौबा पर अल्लाह अजाब उठा लेगा. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു നൽകി, നബി ഉണ്ടെങ്കിൽ, ഒരു സമൂഹത്തിൽ നബി ഉണ്ടാകുന്ന വേളയിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷ ഇറങ്ങുകയില്ല. ഒരു സമൂഹം അള്ളാഹുവിൽ നിന്നും ഖേദിച്ചു മടങ്ങി കരയുകയും തൗബ ചെയ്തെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു സമൂഹത്തിന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ ഇറക്കുകയില്ല എന്ന് അള്ളാഹു ഇതിലൂടെ കാണിച്ചു നൽകി. तो अल्लाह ने वो अजाब उठा लिया, क्योंकि पूरी कौम तौबा कर रही थी, रो रही थी, तौबा कर रही थी, माफी मांग रही थी. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ഇറക്കാനിരുന്ന അദാബിന്റെ അടയാളങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളഞ്ഞു. കാരണം ആ സമൂഹം മുഴുവനും തോബയിലും കരിച്ചിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞു. फिर अल्लाह ने कौम यूनुस अलैहिस्सलाम की तलाश में गई और वो साहिल पर मिले, मछली ने आके उनको ऊँगल दिया. അവര് യൂനുസ് നബി അലൈഹി സ്വലാമിനെ തെരഞ്ഞു നടന്നു. ആ സമയത്ത് ആ മത്സ്യം വന്ന് സമുദ്ര തീരത്ത് വരികയും മത്സ്യത്തിന്റെ വായിൽ നിന്നും ഛർദ്ദിക്കപ്പെട്ട അവസ്ഥയിൽ യൂനുസ് നബി അലൈഹി സ്വലാം പുറത്തേക്ക് വരികയും ചെയ്തു. वो ईमान लाए, फिर हिदायत पर आ गए. അവർ ഈമാൻ ഉള്ളവരായി തീർന്നു, അവർ ഹിദായത്ത് കിട്ടിയവരായി തീർന്നു. तो मैं ये कहना चाह रहा था कि यूनुस अलैहिस्सलाम ने 3 अंधेरों में से अल्लाह को पुकारा. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, യൂനുസ് നബി അലൈഹി സ്വലാം 3 അന്ധകാരത്തിന്റെ ഉള്ളിൽ നിന്നും ചെയ്ത ദുആ ചെയ്തു. तो अल्लाह पाक फरमाते हैं वनज्जैनाहु मिनल गम, हमने उनको गम से नजात दी. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രയാസത്തിൽ നിന്നും ഞാൻ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി. वो जो मछली के पेट में 3 अंधेरों में थे, अल्लाह ने उस गम से उनको नजात दी. അദ്ദേഹം ആ സമുദ്രത്തിന്റെ ഉള്ളകങ്ങളിൽ മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്ത് കുടുങ്ങിപ്പോയിരുന്ന അദ്ദേഹത്തിന്റെ വലിയ പ്രയാസത്തിന്റെ വേളയിൽ നിന്നും ഞാൻ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. इसके बाद की बात बड़ी अहम है. ഇതിന് ശേഷമുള്ള കാര്യം, അത് പറഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. मैं वही सुनाना चाहता था, उसके लिए ये सब सुनाया. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. तो अल्लाह फरमाते हैं वकज़ालिका नुंजिल मुमिनीन, वकज़ालिका വകദാലിക നുൻജിൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല हम പറഞ്ഞു. इसी तरह मोमिनीन को नजात देंगे. ഞാൻ ഇതുപോലെ സത്യവിശ്വാസികളെ ഞാൻ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. कि जैसे यूनुस अलैहिस्सलाम को 3 अंधेरों में से जब उन्होंने पुकारा तो हमने उनको नजात दी. वनज्जैनाहु मिनल गम, हमने उनको उस गम में से नजात दी. वकज़ालिका नुंजिल मुमिनीन, इसी तरह हम मोमिनीन को नजात देंगे. ഏതുപോലെ യൂനുസ് നബി അലൈഹി ഇസ്ലാം കുടുങ്ങിയ വേളയിൽ 3 അന്ധകാരത്തിൽ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ നാം രക്ഷപ്പെടുത്തിയോ, വകദാലിക നൻജുൽ മുഅ്മിനീൻ, ഇതുപോലെ തന്നെ ഞാൻ മുഅ്മിനീങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. कितनी बड़ी हमारे लिए खुशखबरी है. ഇത് നമുക്ക് എത്ര വലിയൊരു സന്തോഷ വാർത്തയാണ് സഹോദരന്മാരെ. अल्लाह कह रहे हैं जैसे उनको नजात दी तुमको भी देंगे. അള്ളാഹു പറയുകയാണ്, യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ഞാൻ എങ്ങനെ രക്ഷിച്ചോ നിങ്ങളെയും ഞാൻ രക്ഷിക്കും. तो कुरान करीम में ये दुआओं का खजाना है. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ അത് ദുആകളുടെ ഖജനാവാണ്, ഖജാന. लेकिन हम
उस खजाने से उसकी कीमत हम पहचानते नहीं है। പക്ഷെ നമ്മളാണെങ്കിലോ ആ ഖജനാവുമായി അതിന്റെ മഹത്വം, അതിന്റെ വലിപ്പം, അതിനെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയില്ല. तो इस ये जो तबलीग का काम है, इस काम के जरिए दावत और दुआ, തബ്ലീഗ്, ഈ പരിശ്രമം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാവത്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, പിന്നെ ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക. ये दो काम है. ഈ രണ്ട് ജോലികൾ ചെയ്യൽ, ഇതാണ് ഈ തബ്ലീഗിന്റെ ഈ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. दावत क्या है? दावत क्या है? ദാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? अल्लाह के बंदों को अल्लाह की तरफ बुलाना, അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കൽ, बंदों का ताल्लुक अल्लाह से जोड़ना, അടിമകളുടെ ബന്ധം അള്ളാഹുമായി ചേർക്കൽ, ഇതാണ് ദാവത്ത്. കണക്ഷൻ ഉണ്ടാക്കി തീർക്കൽ, कि बंदे का अल्लाह से कनेक्शन, അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്തു കൊടുക്കൽ, ചേർക്കൽ, ഇതാണ് ദാവത്ത്. कि बंदे को जोड़ो अल्लाह से, അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുമായി കൊണ്ടുവന്ന് ചേർക്കൽ. जैसे इलेक्ट्रीशियन വയറോ का कनेक्शन करता है, ഏതുപോലെ ഒരു ഇലക്ട്രീഷ്യൻ രണ്ട് വയറുകളെ കൂട്ടിച്ചേർത്ത് കണക്ട് ചെയ്യുന്നത് പോലെ. कनेक्शन गया तो क्या होता है? अरे बोलो भाई. കണക്ഷൻ പോയി, അപ്പൊ എന്താ സംഭവിക്കുക? പറയും. अंधेरा, പിന്നെ ഇരുട്ടാണ്, ഇരുട്ട്, അന്ധകാരം. क्या हुआ? कनेक्शन गया. എന്താണ് സംഭവിച്ചത്? അത് കണക്ഷൻ വിട്ടിരിക്കുകയാണ്. फ्यूज गई. ഫ്യൂസ് പോയി. तो फ्यूज का इतना मोटा डंडा है. ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കമ്പി ഇത്ര വലിയ വണ്ണം ഉണ്ടാവോ? സാധാരണ ഫ്യൂസിന്റെ കമ്പിക്ക് मामूली से तार है, ചെറിയ ഒരു നേർമയുള്ള ഒരു കമ്പി. तो कनेक्शन है तो उजाला, അത് കണക്ട് ആവുമ്പോൾ അതിൽ വെളിച്ചുണ്ടാവും. वो कनेक्शन गया तो अंधेरा. ആ കണക്ഷൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അന്ധകാരം. तो आज इंसान हर एक से कनेक्शन चाहता है, भाई सबसे कनेक्शन रखो, लेकिन पैदा करने वाले से कनेक्शन का उसे फिक्र नहीं है. ഇന്ന് മനുഷ്യർ മുഴുവനും എല്ലാ ആൾക്കാരുമായി പലരുമായി കണക്ഷൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, ബന്ധം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ തന്നെ സൃഷ്ടിച്ച അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ, അതിലാണ് നമ്മൾ ഓരോരുത്തരും ബലഹീനർ. तो कनेक्शन गया तो अंधेरा. കണക്ഷൻ പോയി, എന്ത് സംഭവിക്കും? അന്ധകാരം. अल्हम्दुलिल्लाह हमारा कनेक्शन है. അൽഹംദുലില്ലാ, നമ്മൾ ചെറിയ രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. कनेक्शन गया नहीं, നമ്മളെ കണക്ഷൻ വിട്ടുപോയിട്ടില്ല, लेकिन वोल्टेज ड्रॉप है. പക്ഷെ നമ്മളെ വോൾട്ടേജിൽ ഒരു ചെറിയ കുറവുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ്. वोल्टेज ड्रॉप हो जाए तो पंखा चलता है, बीमार की तरह चलता है. വോൾട്ടേജ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഫാനുകൾ കറങ്ങും, പങ്ക കറങ്ങും, പക്ഷെ ഒരു സൂക്കേട് പിടിച്ച രീതിയിലാണ് അത് ഇങ്ങനെ കറങ്ങുന്നത്. ഒരു രോഗബാധിതനെ പോലെ കറങ്ങും. हवा नहीं है. അത് തിരിയും, പക്ഷെ കാറ്റുണ്ടാവില്ല. चूल्हा जलता है, स्टोव, लेकिन वो गर्मी नहीं है. സ്റ്റവ് കത്തും, പക്ഷെ അതിന് ചൂടുണ്ടാവില്ല. रोटी पकती नहीं है. അതില് ചപ്പാത്തി ചുട്ട് കിട്ടൂല. क्या हुआ भाई? अरे वोल्टेज ड्रॉप है मौलवी साहब. എന്താണ് സംഭവിച്ചത്? അത് വോൾട്ടേജ് ഡ്രോപ്പാണ് മൗലവി സാബ് എന്ന് പറയും ആൾക്കാർ. तो भाइयों, हमें अल्लाह से जुड़ना है और अल्लाह से बंदों को जोड़ना है. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ ചേർത്ത് വെക്കണം, നന്നാക്കണം. മാത്രമല്ല അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് ചേർക്കണം. खुद जुड़ना, നമ്മൾ സ്വയം അള്ളാഹുവിലേക്ക് ചേരണം. ये ईमान के दो वायर हैं. ഇത് ഈമാനിന്റെ രണ്ട് വയറുകളാണ്. ला इलाहा ലാ ഇലാഹ इल्लल्लाह ഇല്ലല്ലാഹ് एक वायर, ഒരു വയറ്. मुहम्मद മുഹമ്മദു रसूलुल्लाह, റസൂലുള്ളാഹ്, ये दो वायर हैं. ഇത് രണ്ടാമത്തെ വയറ്. ला इलाहा इल्लल्लाह, ലാ ഇലാഹ ഇല്ലല്ലാഹ്, बोलो ला പറയ്. इलाहा. ലാ ഇലാഹ, എല്ലാവരും പറഞ്ഞോളി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ये वायर अल्लाह की तरफ जाता है. ഇത് അള്ളാഹുമായി കണക്ട് ചെയ്യുന്ന വയറ്. ये कनेक्शन ईमान वाले को हासिल है. ഇത് ഈമാൻ ഉള്ളവർക്ക് കിട്ടുന്ന मुहम्मदुर रसूलुल्लाह, മുഹമ്മദു റസൂലുള്ള പറയുന്നു. ये दो वायर हैं, दो वायर. ഇതാണ് രണ്ട് വയറുകൾ സഹോദരന്മാരെ, ईमान के दो वायर. ഈമാനിന്റെ രണ്ട് വയറുകൾ. दोनों वायरों का कनेक्शन हुआ तो लाइट से उजाला. രണ്ട് ഭാഗത്തു നിന്നുള്ള കണക്ഷൻ ചേർത്ത് കിട്ടിയാൽ പിന്നെ ബൾബുകളിൽ നിന്നും വലിയ പ്രകാശങ്ങൾ പുറപ്പെടും. कनेक्शन गया तो अंधेरा. ആ കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അന്ധകാരം. आज दुनिया में अंधेरा छाया है.
ഇന്ന് ലോകം മുഴുവനും അന്ധകാരം നേലിച്ചു കിടക്കുകയാണ്. अंधेरे में इंसान भटक रहे हैं. ഈ അന്ധകാരത്തിൽ മനുഷ്യൻ എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. रास्ते का पता नहीं है. അവന് വഴി മനസ്സിലാകുന്നില്ല. मंजिल की खबर नहीं है. അവന്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് അവൻ അറിയുന്നില്ല. कि किधर जा रहे हैं. എവിടെയാണ് പോകുന്നത്? एक जमात फ्रांस में पैदल चल रही थी. ഒരു ജമാഅത്ത് ഫ്രാൻസിലൂടെ പൈതൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. कारगुजारी सुनाई. അവര് കാർഗുസാരി യാത്ര കഴിഞ്ഞതിന് ശേഷം അവരുടെ യാത്രാ വിവരണം നമ്മളെ കേൾപ്പിച്ചു. हम पैदल चलते थे तो लोग कारों में रुक रुक के हमें देखते थे, ये कौन लोग हैं, इंसान है या मार्स से आ गए हैं. നമ്മൾ നടന്നിങ്ങനെ ഫ്രാൻസിലൂടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡിലൂടെ പോകുന്ന മറ്റ് കാറിലുള്ള ആൾക്കാര് വണ്ടി നിർത്തി നമ്മളെങ്ങനെ നോക്കുമായിരുന്നു. ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ, അല്ലെങ്കിൽ വല്ല ചൊവ്വയിൽ നിന്നോ മാർസിൽ നിന്നും ഇറങ്ങി വന്ന മറ്റ് അന്യഗ്രഹ ജീവികളാണോ എന്ന് നമ്മളെ നിർത്തി നോക്കുമായിരുന്നു. देखिए तो हमारे जैसे लोग हैं. കാണാനൊക്കെ ഏതാണ്ട് കോലൊക്കെ നമ്മളെ പോലെ തന്നെ ഉണ്ട്. तो वो पूछते कि आप कहाँ जा रहे हो. അവര് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? वो बताते कि हम आगे आगे फलां बस्ती में जा रहे हैं. അപ്പൊ അവര് പറയുമായിരുന്നു, ദാ ഞങ്ങൾ ഇന്ന് മുന്നിലുള്ള കുറച്ച് അകലെയുള്ള ഇന്ന സ്ഥലത്തേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് പട്ടണത്തിലേക്ക് പോവുകയാണ്. तो वो कहते कि हमारी गाड़ी में जगह है, तुम क्यों पैदल चलते हो, बैठ जाओ, हम भी उधर ही जा रहे हैं, आपको छोड़ के चले जाएंगे. അപ്പൊ അവര് ഇവരോട് പറയുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മളെ വണ്ടിയിൽ കയറിക്കോളി, വണ്ടിയിൽ സ്ഥലമുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, ഞങ്ങൾ നിങ്ങളെ അവിടെ ഇറക്കിത്തരാം. तो उस पर इन्होंने जवाब दिया कि गाड़ियां हमारे पास भी हैं. അപ്പൊ അതിന് ഇവര് മറുപടി പറഞ്ഞു, സഹോദര, നമ്മുടെ പക്കലും വാഹനങ്ങളൊക്കെ ഉണ്ട്, लेकिन पैदल चलने के लिए हम गाड़ी छोड़ के आए हैं. നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാറുകൾ ഉപേക്ഷിച്ചിട്ട് നടക്കുന്നത്. और भी ताज्जुब, അപ്പൊ അവർക്ക് പിന്നെയും അത്ഭുതം, ഇതെന്താണ്, ये कैसे लोग हैं, ഇതെന്താൾക്കാരാണ്, पैदल चलने के लिए गाड़ी छोड़ के आए हैं. നടക്കാൻ വേണ്ടി കാർ ഉപേക്ഷിച്ചിട്ട് പദയാത്ര. वो उनको इंग्लैंड में कहते हैं, पैदल जमात को इंग्लैंड में कहते हैं प्रीस्ट मार्च. प्रीस्ट ഇംഗ്ലണ്ടിലെ പൈതൽ ജമാഅത്തുകൾക്ക് അവർ പറയുന്ന പേരാണ് പ്രീസ്റ്റ് മാർച്ച്. जो वहाँ खूब चलती हैं पैदल. അവിടെ ധാരാളം ജമാഅത്തുകൾ, അങ്ങനെ പൈതലിൽ നടന്നു പോകുന്ന ജമാഅത്തുകൾ അവിടെ ഇംഗ്ലണ്ടിൽ ധാരാളം പുറപ്പെടാറുണ്ട്. तो उन्होंने उसका नाम रख दिया प्रीस्ट मार्च. അതിനവരിട്ട പേരാണ് പ്രീസ്റ്റ് മാർച്ച്. तो उन्होंने पूछा, आखिर तुम पैदल क्यों चल रहे हो. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? तो वो कहते कि हमें एक दिन मरना है, दुनिया से जाना है, उसकी तैयारी के लिए हम पैदल चल रहे हैं. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കൊരു ദിവസം മരിക്കണം, മരിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്നും പോകണം, അതിനുവേണ്ടി തയ്യാറെടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്, ഈ യാത്ര ചെയ്യുന്നത്. उसको तफसील से समझाया उनको. പൂർണ്ണമായി വിശദീകരിച്ച് നല്ല രീതിയിൽ അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. तो वो कहने लगे कि मरना तो हमको भी है. അപ്പൊ അവര് പറയുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മളും മരിക്കേണ്ടവരാണല്ലോ, जिसकी तुम्हें जरूरत है हमें भी जरूरत है. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമുള്ളതുപോലെ ഞങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളതാണല്ലോ. अरे मरने के बाद क्या जरूरत पड़ेगी, जो तुम्हें पड़ेगी हमें भी पड़ेगी. നിങ്ങൾക്ക് മരണത്തിന് ശേഷം എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടാകുമോ അതെല്ലാം നമ്മൾക്കും ഉണ്ടാകുമല്ലോ. तो हमको इजाजत दो, हम जाके गाड़ी छोड़ के आके तुम्हारे साथ चलेंगे ताकि हम भी तैयारी करें. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കാം, നമ്മൾക്കും ഇതെല്ലാം കിട്ടുമല്ലോ, നിങ്ങൾ എന്തിനു വേണ്ടി പോകുന്നു അത് നമ്മൾക്കും നേടാമല്ലോ. हमको मौका दो, हम गाड़ी छोड़ के आके तुम्हारे साथ ഞങ്ങൾക്കൊരു സന്ദർഭം തരും, ഞങ്ങളും എന്ത് ചെയ്തോളാം, നമ്മുടെ വാഹനങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കാം. मौलाना यूसुफ साहब फरमाते थे कि हक की आवाज, हक की आवाज कुर्बानियों के साथ लगाई जाए तो दिलों में उतर जाती है. മൗലാന യൂസുഫ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, സത്യത്തിന്റെ വചനങ്ങൾ, സത്യത്തിന്റെ വാക്കുകൾ ത്യാഗത്തോടുകൂടി പറയപ്പെട്ടാൽ അത് ഹൃദയങ്ങളിൽ വലിയ രീതിയിൽ അതിന് പ്രതിഫലനമുണ്ടാകും. तो आज मुसलमान के पास हक की आवाज है, कुर्बानी नहीं है. ഇന്ന് മുസ്ലിമീങ്ങളുടെ പക്കൽ സത്യവചനമുണ്ട്, സത്യത്തിന്റെ വാക്കുകളുണ്ട്, ഇല്ലാത്തത് എന്താണ്? അതിനു വേണ്ടിയുള്ള ത്യാഗം, കുർബാനി, അതാണ് ഇന്ന് നമ്മളിൽ ഇല്ലാത്തത്. अरे भाई, पिस्टल में बुलेट रख के मारो तो शेर भी मर जाता है. സഹോദരന്മാരെ,
ഒരു തോക്കില്, ഒരു പിസ്റ്റളില് ഒരു ബുള്ളറ്റ് വെച്ച് വെടിവെച്ചാൽ വലിയ സിംഹം പോലും ചത്തുപോകും. और अगर बुलेट हाथ से मारो तो चूहा भी नहीं मरता. അതേ വെടിയുണ്ട എടുത്ത് എറിഞ്ഞാല് ഒരു എലി പോലും ചാവുകയില്ല. तो हक की आवाज कुर्बानी के साथ, ഹക്കിന്റെ ശബ്ദം കുർബാനിയോടുകൂടി, बुलेट पिस्टल के साथ, ബുള്ളറ്റ് തോക്കിനോട് കൂടെ എന്ന് പറയുന്നത് പോലെ. तो आज हमारे पास बुलेट है लेकिन हम कुर्बानी नहीं है. ഇന്ന് നമ്മളെ കയ്യില് ഉണ്ട്, പക്ഷെ എന്തില്ല? കുർബാനി ഇല്ല, തോക്കില്ല. वो तबलीग में कोई नई बात नहीं कह रहे हैं. ഈ തബ്ലീഗിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും ഒരു പുതിയ കാര്യമോ പുതിയ വർത്തമാനങ്ങളോ അല്ല. जो 1400 साल से हमारे बुजुर्गों ने कही है वही बात हम कहते हैं. 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ മുൻഗാമികൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ പറയപ്പെടുന്നത്. और हमें कोई नई बात नहीं कहना चाहिए. നമ്മൾ ഒരു പുതിയ കാര്യവും പറയാൻ പാടില്ല തന്നെ. कि जो हमारे बड़ों ने बुजुर्गों ने कहा हमें वही कहना है. നമ്മൾക്ക് നമ്മളെ മുൻഗാമികൾ നമ്മൾ എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമേ പറയാൻ അനുവാദമുള്ളൂ. कमी किसकी है? കുറവ് ആരുടേതാണ്? कुर्बानी. എന്തിന്റെ കുറവാണ്? ത്യാഗത്തിന്റെ കുറവ്. कि मौलाना साहब का मलफूज है हक की आवाज कुर्बानी के साथ. മൗലാന യൂസുഫ് സാഹിബിന്റെ വാക്കുകൾ, സത്യത്തിന്റെ വാക്കുകൾ, സത്യത്തിന്റെ വചനങ്ങൾ ത്യാഗത്തോടുകൂടി. രണ്ട് കാര്യങ്ങൾ. तो तबलीग यही कह रहे हैं कि भाई उन्हीं बातों को कहो, सुनो, चलाओ अपने बड़ों की, लेकिन साथ में कुर्बानी. സഹോദരന്മാരെ, ഈ ദാവത്തിന്റെ ഈ പരിശ്രമം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമ്മുടെ മുൻഗാമികൾ ചെയ്ത അതേ കാര്യങ്ങൾ പറയൽ, അത് ജനങ്ങളിലേക്ക് എത്തിക്കൽ ത്യാഗത്തോടുകൂടി. तो हमारे बुजुर्ग कहा करते थे कि जिस चीज की आदमी कुर्बानी देता है उसकी मोहब्बत दिल से निकलती है. മഹാന്മാർ പറയാറുണ്ട്, ഏത് കാര്യം മനുഷ്യൻ ത്യാഗത്തോടുകൂടി അവൻ ചെയ്യുന്നുവോ, ഏതൊരു കാര്യത്തിന് വേണ്ടി അവൻ മെനക്കെടുന്നുവോ അതിനോടുള്ള ഒരു സ്നേഹം, മൊഹബ്ബത്ത് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്നതാണ്. और जिसके लिए कुर्बानी देता है उसकी मोहब्बत आती है. ഏത് കാര്യത്തിന് വേണ്ടി അവൻ ത്യാഗം ചെയ്യുന്നുവോ അതിനോടുള്ള സ്നേഹം, മൊഹബ്ബത്ത് അവന്റെ ഹൃദയത്തിൽ വന്നു ചേരുന്നതാണ്. दुनिया की कुर्बानी देगा तो दुनिया की मोहब्बत निकलेगी. ദുനിയാവിന്റെ ത്യാഗം ചെയ്താൽ ദുനിയാവിനോടുള്ള മൊഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇല്ലാണ്ടാകും. और अल्लाह के लिए कुर्बानी देगा तो अल्लाह की मोहब्बत दिल में. അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്താൽ അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരും. दीन के लिए कुर्बानी देगा तो दीन की मोहब्बत दिल में आएगी. ദീനിന് വേണ്ടി ഒരു മനുഷ്യൻ ത്യാഗം ചെയ്താൽ ദീനിനോടുള്ള മൊഹബ്ബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരും. इब्राहिम अलैहिस्सलाम से बेटे की कुर्बानी दिलवाई. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് മകന്റെ മേൽ ത്യാഗം ചെയ്യിപ്പിച്ചു. 100 ऊंट कुर्बान किए. 100 ഒട്ടകങ്ങൾ കുർബാൻ ചെയ്തു. ख्वाब में देखा नहीं, बेटा कुर्बान करो. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു, പോരാ, നീ നിന്റെ മകനെ എന്ത് ചെയ്യണം? കുർബാൻ ചെയ്യണം, മകൻ അറക്കണം. तो वो बेटे को कुर्बान कर रहे थे. അദ്ദേഹം മകൻ അറക്കാൻ സന്നദ്ധനായി. लेकिन अल्लाह को बेटा नहीं कुर्बान करना था, उसकी मोहब्बत कुर्बान करना था. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആ മകനെ അറക്കേണ്ടതുണ്ടായിരുന്നില്ല. ആ മകനോടുള്ള സ്നേഹം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിപ്പോയ സ്നേഹത്തിനെ, അതിനെയാണ് അള്ളാഹു ത്യാഗമായി ആവശ്യപ്പെട്ടത്. तो अल्लाह ने जन्नत का मेढ़ा भेज दिया. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നുള്ള ഒരു മാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തു. ये समझ रहे थे बेटा कुर्बान हो रहा है, तो वो वहां जन्नत का दुम्बा कुर्बान हो रहा था और हकीकत में बेटे की मोहब्बत कुर्बान हो रही थी. അദ്ദേഹം തന്റെ മകനെ അറക്കുകയായിരുന്നു, പക്ഷെ സ്വർഗത്തിൽ നിന്നുള്ള ആടിനെയാണ് അദ്ദേഹം അറുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ആഗ്രഹിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തന്റെ മകനോടുണ്ടായിരുന്ന വാത്സല്യം, സ്നേഹം, അതിന്റെ ത്യാഗമാണ് ആഗ്രഹിച്ചത്. तो भाइयों, तबलीग में यही कहते हैं कि अपनी दुनिया को थोड़ी सी पूरी नहीं, दीन के लिए कुर्बान करो. സോമരെ, ദാവത്തിന്റെ തബ്ലീഗിന്റെ ഈ പരിശ്രമം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്നും കുറച്ച്, ഫുള്ളായിട്ട് വേണ്ട, ചെറിയൊരളവ് നമ്മൾ ഈ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യണം, ദീനിന് വേണ്ടി സമർപ്പിക്കണം. फिर दुनिया की मोहब्बत दिल से निकलेगी. അങ്ങനെ നമ്മൾ ചെയ്താൽ ഈ ദുനിയാവിനോടുള്ള സ്നേഹം, മൊഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇല്ലാണ്ടാകും. फिर अल्लाह की मोहब्बत आएगी. അള്ളാഹുവിനുള്ള സ്നേഹം അത് കാരണമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരും. दीन की मोहब्बत आएगी. ദീനിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരും. मरने के बाद मरना है, आज लोग उसको भूलने की कोशिश कर रहे हैं.
മരിക്കേണ്ടതുണ്ട്, മരണമുണ്ട് എന്ന കാര്യം ഇന്ന് മനുഷ്യൻ സൗകര്യപൂർവ്വം മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. मरने की बात मत करो. ആൾക്കാർ പറയും ഈ മരിക്കുന്ന കാര്യമൊന്നും ഇവിടെ പറയില്ല കേട്ടോ എന്ന് പറയും. डर लगता है, डर. നമുക്ക് പേടിയാവുന്നുണ്ട്. तो डरने से बच जाएंगे. നമ്മൾ അങ്ങനെ പേടിച്ചോണ്ട് നമ്മൾ മരിക്കാണ്ടിരിക്കുവോ? രക്ഷപ്പെടുവോ? वो मरना है, അതുപോലെ നമ്മൾ മരിക്കേണ്ടവരാണ്, മരിക്കും നമ്മൾ. उसकी तैयारी करना है. അതിനുവേണ്ടി തയ്യാറാണ് എടുക്കേണ്ടത്, തയ്യാറാവണം നമ്മൾ. वल तंजुर नफ्सुम मा क़द्दमत लिगद. वल तंजुर नफ्सुन मा क़द्दमत लिगद. कि तुमने कल के लिए क्या तैयार किया है? നാളത്തേക്ക് വേണ്ടി നീ എന്താണ് തയ്യാറെടുത്തത്? अल्लाह पूछते हैं. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, कि तुमने क्या तैयार किया है? നീ എന്താണ് തയ്യാറെടുത്തത്? आज के लिए क्या तैयार किया है तो सबको मालूम है. ഇന്നത്തേക്ക് നീ എന്താ തയ്യാറെടുത്തത് അതെല്ലാവർക്കും അറിയാം. लेकिन कल के लिए, कल के माने मरने के बाद के लिए. നാളത്തേക്ക്, നാളെ എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള നിന്റെ ജീവിതത്തിലേക്ക് നീ എന്ത് തയ്യാറെടുപ്പാണ് നീ ചെയ്തത്? तो 3 बुनियादें हैं तबलीग की. അതുകൊണ്ട് ദാവത്തിന്റെ തബ്ലീഗിന്റെ ഈ പരിശ്രമത്തിന് 3 അടിസ്ഥാനമാണുള്ളത്. कि एक अल्लाह से अपना ताल्लुक जोड़ना. ഒന്ന് അല്ലാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതിനെ നന്നാക്കൽ, ചേർക്കൽ, സുദൃഢമാക്കൽ. कि हम उसे कैसे राजी करें? അള്ളാഹുവിനെ ഞാൻ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് എന്നാണ്. अरे सबको राजी करने की फिक्र है, उस पैदा करने वाले को राजी कैसे? എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള ചിന്ത നമ്മളിലുണ്ട്. പക്ഷെ എന്റെ റബ്ബിനെ, എന്റെ സൃഷ്ടാവിനെ തൃപ്തി എങ്ങനെ നേടിയെടുക്കണം, ഇതാണ് ആദ്യത്തെ കാര്യം. और प्यारे नबी मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने जो दीन हमको दिया है वो हम अपनी जिंदगी में कैसे लाएं? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീൻ, ആ ദീൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പരിപൂർണമായി ഉണ്ടാക്കി തീർക്കും എന്ന കാര്യമാണ് രണ്ടാമത്തേത്. और दुनिया के लिए सब खपा रहे हैं. ദുനിയാവിന് വേണ്ടി എല്ലാം നമ്മൾ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. हम आखिरत के लिए क्या करें? ആഖിറത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? മൂന്നാമത്തെ കാര്യം, बड़ी सलाहियतें अल्लाह ने इंसान को दी हैं. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ വലിയ കഴിവുകൾ മനുഷ്യരാശിക്ക് നൽകിയിട്ടുണ്ട്. लेकिन सब सलाहियतें दुनिया के लिए लग रही हैं. നമ്മുടെ മുഴുവൻ കഴിവുകളും നമ്മൾ ദുനിയാവിന് വേണ്ടിയാണ് ഇന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. हम हिसाब करें. നമ്മൾ നമ്മളെ കുറിച്ച് സ്വന്തമായി ഒരു ഹിസാബ്, ഒരു കണക്കെടുപ്പ് നടത്തി നോക്കണം. अरे भाइयों, कंप्यूटरों पे क्या क्या हिसाब करते हो, ये भी तो हिसाब करो कि मेरी जिंदगी का कितना प्रोपोर्शन दुनिया के लिए है और कितना प्रोपोर्शन आखिरत के लिए है. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറുകൾ വെച്ച് വലിയ വലിയ കണക്കെടുപ്പുകൾ, ഓഡിറ്റുകൾ നടത്താറുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നിന്നുള്ള എത്രമാത്രം അളവാണ്, എത്ര പ്രൊപ്പോർഷനാണ് നമ്മൾ ദുനിയാവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്, എത്രയാണ് ആഖിറത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എല്ലാം സ്വയം കണക്കെടുത്ത് നോക്കണം. अल्लाह की दी जिंदगी, അള്ളാഹു തന്ന ഈ ജീവിതം किसी वक्त भी अल्लाह इसको खत्म कर सकते हैं. ഏത് വേളയിലും ഏത് സന്ദർഭത്തിൽ വേണമെങ്കിൽ അള്ളാഹു ഇതിനെ അവസാനിപ്പിക്കാം, തിരിച്ചെടുക്കാം. उसका कितना हिस्सा दीन के लिए लग रहा है? അതിന്റെ എത്ര അളവാണ് നമ്മൾ ദീനിനു വേണ്ടി ഇതുവരെ ചെലവഴിച്ചത്? कितना दुनिया के लिए लग रहा है? എത്ര നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു? कितना आखिरत के लिए लग रहा है? എത്ര ആഖിറത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു? हिसाब तो देखो भाई. നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കി സഹോദരന്മാരെ. जो दुनिया के लिए लग रहा है वो तो पानी में गया. നമ്മൾ ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചതെല്ലാം അതെല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെ വെള്ളത്തിലായി. देखो एक दुनिया का किस्सा सुनाता हूं. ദുനിയാവിന്റെ ഒരു ചെറിയൊരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിക്കന്ദർ, അലക്സാണ്ടർ. अरे मालूम कौन सिकंदर? സിക്കന്ദർ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? वो हमारी गली में एक लड़का रहता है सिकंदर. നമ്മളെ വീട്ടിന്റെ മറ്റേ ഇടവയില് നമ്മളെ ഇന്നാളെ മോൻ സിക്കന്ദർ. उसकी अम्मा पुकारती रहती है मेरा सिकंदर, मेरा सिकंदर. അയാളുടെ ഉമ്മ ഇടക്കിടക്ക് വിളിക്കും മോനെ സിക്കന്ദറെ, മോനെ സിക്കന്ദർ എന്ന് വിളിക്കുന്ന ആ സിക്കന്ദർ. गली का सिकंदर. നമ്മളാ ഇടവയിൽ താമസിക്കുന്ന ആ സിക്കന്ദർ ആണോ? अरे कौन सिकंदर भाई? ഏത് സിക്കന്ദർ പറയും സഹോദരന്മാരെ? दुनिया फतह करने वाला, ദുനിയാവിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യ പിടിച്ചെടുത്ത വലിയ ചക്രവർത്തി അലക്സാണ്ടർ. यूरोप से लेकर हिंदुस्तान तक फतह किया. യൂറോപ്പ് മുതൽ ഇന്ത്യ വരെ പിടിച്ചെടുക്കിയ ആള്. उसके गांव में इज्तिमा हुआ. അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഇപ്പോൾ ഒരു സമ്മേളനം നടന്നു. 1-2 महीने पहले हुआ. 2 മാസം മുമ്പ് നടന്നു. हमारी जमात गई थी वहां. നമ്മുടെ ജമാഅത്ത് അവിടെ പോയി. यूरोप के 33 मुल्कों के लोग वहां जमा हुए. യൂറോപ്പിലുള്ള 33 രാജ്യക്കാർ അവിടെ ഒരുമിച്ച് കൂടി. उसके गांव में मैक्सिडोनिया, അദ്ദേഹത്തിന്റെ രാജ്യം മാസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യം. अरबी में मकदूनिया कहते हैं. അറബിയില് മഖ്ദൂനിയ എന്നാണ് ആ രാജ്യത്തിന് പറയുന്നത്. वहां इज्तिमा हुआ. അവിടെയാണ് ഇജ്തിമ നടന്നത്. तो वहां से हिंदुस्तान तक फतह किया उसने. അവിടെ മുതൽ മാസിഡോണിയ മുതൽ ഇന്ത്യ വരെ അദ്ദേഹം വെട്ടിപ്പിടിച്ചെടുത്ത രാജ്യങ്ങളാണ്. हिंदुस्तान में आके उसकी फौज थक गई.
അദ്ദേഹത്തിന്റെ സൈന്യം ഹിന്ദുസ്ഥാനിലെത്തിയപ്പോഴേക്ക്, ഇന്ത്യയിലെത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ സൈന്യം ക്ഷീണിച്ചുപോയി, തളർന്നുപോയി. उन्होंने आगे बढ़ने से इनकार कर दिया അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു ഇനി മുന്നോട്ടേക്കില്ല. कि रोज सफर करना, रोज लड़ाई करना, ദിവസേന യാത്ര ചെയ്യൽ, ദിവസേന യുദ്ധം ചെയ്യൽ. थक गए उसके फौजी. അദ്ദേഹത്തിന്റെ സൈന്യം തളർന്നുപോയി, ക്ഷീണിച്ചുപോയി. उन्होंने कहा हम अब गांव जाते हैं. അദ്ദേഹം പറഞ്ഞു മതി, ഇനി നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. गांव याद आ रहा है, बीवी बच्चे याद आ रहे हैं. നാട് ഓർമ്മ വരുന്നു, ഭാര്യ കുട്ടികളൊക്കെ ഓർമ്മ വരുന്നു. तो वो क्या करता? जब फौज तैयार नहीं है तो वो क्या करता? वापस गया वापस. സൈന്യം തയ്യാറില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാനാണ്? തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു. रास्ते में मौत आई. അദ്ദേഹം വഴിയിൽ തിരിച്ചു പോക്കിനിടയിൽ അദ്ദേഹം മരിച്ചുപോയി. मौत के आसार, മരണത്തിന്റെ അവസ്ഥകൾ അദ്ദേഹത്തിന് മുമ്പിൽ സംജാതമായി. आदमी को महसूस होना शुरू होता है कि अब वो वक्त आ रहा है. ഈ സക്കറാത്തിന്റെ അവസ്ഥ വന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ തുടങ്ങി, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇനി ഞാൻ അധിക കാലം ജീവിക്കില്ല. वो बहुत होशियार था, അദ്ദേഹം വലിയ ബുദ്ധിമാനായിരുന്നു. बहुत होशियार. അദ്ദേഹം വലിയ കൂർമ്മശക്തിയുള്ള ബുദ്ധിശാലിയായിരുന്നു. तो उसने ये कहा कि कोई मुझे इतना मौका दिला दे कि मैं गांव जाके मर जाऊं. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഒരാള് എനിക്ക് എന്റെ സമയം ഒന്ന് നീട്ടിത്തരാനുള്ള എന്തെങ്കിലും ഒരു ഉപായം പറയും, ഞാൻ അന്ന് എന്റെ നാട് വരെ എത്തിയിട്ട് മരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപകാരം ആരെങ്കിലും ചെയ്യും എനിക്ക് വേണ്ടി. ये उसकी आखिरी ख्वाहिश, ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. कि जंगल में नहीं, गांव जाके मर जाऊं. ഈ കാടിലല്ല, എനിക്ക് എന്റെ നാട്ടിലൊന്ന് എത്തിയിട്ട് മരിക്കണം. तो उसने कहा कि अरे है कोई? അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കാൻ? मैं पूरी दौलत देने तैयार हूं. ഞാൻ എന്റെ മുഴുവൻ സമ്പത്ത് നൽകാൻ തയ്യാറാണ്. वो दौलत जो दुनिया के बड़े बड़े मुल्कों को फतह किया. ഏത് സമ്പത്ത്? മുഴുവൻ ദുനിയാവിലുള്ള സാമ്രാജ്യ ശക്തികളെ മുട്ടുകുത്തിച്ച് നേടിയെടുത്ത ഖജനാവുകൾ. हजारों साल के खजाने, बाप दादा सक्कड़ दादा के वो जो बादशाहों ने हजारों साल के खजाने जमा करके रखे थे, वो सब उसको मिल गए. ആയിരം കണക്കിന് തങ്ങളുടെ പാരമ്പര്യയിലുള്ള രാജാക്കന്മാരെല്ലാം കൂട്ടിവെച്ചിരുന്ന അങ്ങനത്തെ വലിയ വലിയ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചെടുത്ത ഖജനാവിന്റെ സമ്പത്തുകൾ മുഴുവൻ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായി. वो कह रहा है मैं सब देता हूं, ഞാൻ മുഴുവനും വേണമെങ്കിൽ നൽകാം, मुझे इतना टाइम मिल जाए എനിക്ക് കുറച്ച് സമയം കിട്ടണം, ഒന്ന് നീട്ടി കിട്ടണം. कि गांव जाके मर जाऊं. എവിടെ വെച്ച് മരിക്കണം? നാട്ടിലെത്തി മരിക്കണം. लेकिन कोई दे ना सका. പക്ഷെ ആർക്കും അദ്ദേഹത്തിന് സമയം നീട്ടി കൊടുക്കാൻ സാധിച്ചില്ല. वो रास्ते में मर गया. അദ്ദേഹം വഴിയിൽ മരണപ്പെട്ടു പോയി. और ये खजाने दुनिया भर के जो उसके पास थे, वो उसको इतना भी टाइम नहीं दिला सके कि गांव जाके मर जाए. ലോകം മുഴുവനുള്ള സമ്പത്ത്, ഖജനാവുകൾ അദ്ദേഹത്തിന് ഒരല്പം സമയം നീട്ടി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് ഉപകരിച്ചില്ല. तो भाइयों, उसके पहले कुछ करना है. തോമരെ, അതുകൊണ്ട് മരണത്തിന് മുമ്പായി നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കണം. वो एक वक्त हसरत का आता है. ഒരു വേള വരും, അന്ന് നമ്മൾ ഖേദിക്കേണ്ടി വരും. आदमी सोचता है काश मैंने कुछ किया होता. അന്ന് നമ്മൾ ചിന്തിക്കും, ഞാൻ എന്റെ സമയം നല്ല രീതിയിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര വലിയ കാര്യം എന്ന് നമ്മൾ അന്ന് ഖേദിക്കും. लेकिन वक्त निकल गया. പക്ഷെ എവിടെ സമയം? तबलीग एक सिंपल प्रोग्राम है. തബ്ലീഗിന്റെ ദാവത്തിന്റെ ഈ പരിശ്രമം ഒരു ചെറിയൊരു സിമ്പിളായ ഒരു പ്രോഗ്രാമാണ്. कि अपनी जिंदगी का एक हिस्सा दीन के लिए लगाओ. ദീനിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഭാഗം ദീനിനു വേണ്ടി ചെലവഴിക്കുക. पूरा लगा के भी हक अदा नहीं होता. മുഴുവൻ ചെലവഴിച്ചാൽ പോലും ഇതിനോടുള്ള കടമകൾ പൂർത്തിയാവുകയും ഒന്നില്ല. क्योंकि लगाया तो किसका लगाया? अल्लाह का दिया, अल्लाह के काम के लिए लगाया. അഥവാ നമ്മൾ ചെലവഴിച്ചാൽ തന്നെയും നമ്മുടെ സ്വന്തമാണോ നമ്മൾ ചെലവഴിക്കുന്നത്? അള്ളാഹു നമുക്ക് നൽകിയ ജീവിതമാണ് നമ്മൾ ചെലവഴിക്കുന്നത്. तो हमने क्या दिया? अल्लाह का दिया, अल्लाह को दिया. നമ്മുടെ പക്കൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമോ? പൂർണ്ണമായി കൊടുത്താൽ തന്നെ അള്ളാഹു നൽകിയത് അള്ളാഹുവിന് തിരിച്ചു കൊടുത്തു. अब यहां से निकल जाओ, मरने तक वापस नहीं आना. ഇന്ന് മുതൽ പുറപ്പെട്ട് മരിക്കുന്നത് വരെ തിരിച്ചു വരാൻ പാടില്ല എന്ന തശ്കീല്. कौन तैयार है? ആരൊക്കെ തയ്യാറുണ്ട്? तो बोलेंगे आइंदा से तुम हमारे इज्तिमा में मत आओ. അങ്ങനെങ്ങാണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളെല്ലാരും പറയും, ഇനി മേലാൽ ഞങ്ങളുടെ സമ്മേളനത്തിൽ നിങ്ങൾ വരരുത് എന്ന് നിങ്ങൾ പറയും. लोग बोलते हैं तबलीग का काम बहुत अच्छा, वो आखिर में ऑपरेशन करते हैं ना 3 चिल्ला, वो छोड़ दो, निकाल दो, तो बहुत अच्छा काम है. ആൾക്കാർ പറയാറുണ്ട്, തബ്ലീഗിന്റെ സമ്മേളനങ്ങളും വർത്താനൊക്കെ വളരെ രസകരമായ കാര്യമാണ്, വളരെ നല്ലതന്നെയാണ്. അവസാനം ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു ഓപ്പറേഷൻ, ഒരു 4 മാസത്തിന്റെ ഒരു വെട്ടല് മുറിക്കല്, അതൊഴിവാക്കിയാൽ ഇത് വളരെ നല്ല രസകരമായ ഒരു പരിശ്രമമാണ് എന്ന് ജനങ്ങൾ പറയാറുണ്ട്. സോമരെ, അതില്ലാണ്ട് ഈ പ്രവർത്തനം നടക്കുകയില്ല, ആ ഓപ്പറേഷൻ ഇല്ലാണ്ട് ഇത് നടക്കുകയില്ല.
कि आला दर्जा और एक अदना दर्जा। ഓനാണ് ഇല്യാ സാബ് റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു ഏറ്റവും ഉയർന്ന ഒരു രീതി, ഏറ്റവും താഴ്ന്ന ഒരു രീതി, രണ്ട് ദർജകൾ, രണ്ട് റാങ്കുകൾ, പദവികൾ. आला दर्जा ये है कि अपना तीसरा हिस्सा दीन के लिए लगाओ, एक 1/3. ഏറ്റവും ഉയർന്ന നിലവാരം, ഏറ്റവും ഉയർന്ന അടിസ്ഥാനം എങ്ങനെയാണ്? ജീവിതത്തിന്റെ 1/3 അള്ളാഹുവിന്റെ ദീനിനായി ചെലവഴിക്കൽ. 1/3 നമുക്ക് കിട്ടിയ ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും 1/3 അള്ളാഹുവിന്റെ മാർഗത്തിലായി ചെലവഴിക്കൽ. साल के 4 महीने, വർഷത്തിന്റെ 4 മാസം, 8 महीने दुनिया के, 8 മാസം ദുനിയാവിന് വേണ്ടി. ये तीसरा हिस्सा. ഇതാണ് 1/3 എന്ന് പറയുന്ന തർത്തീബ്. कि 3 हिस्से करके 1 हिस्सा अल्लाह के दीन के लिए लगाओ. നമ്മുടെ ജീവിതത്തിനെ 3 കഷ്ണങ്ങളാക്കി, 3 ഭാഗമാക്കി അതിലൊന്ന് അള്ളാഹുവിന് നൽകൽ. मदीने के आम सहाबा की ये तरतीब थी. സഹാബാക്കള്, മദീനക്കാരായ സഹാബാക്കളുടെ സ്ഥിരമായ തർത്തീബായിരുന്നു ഈ രീതി. उनका खुलासा लिया गया तो उन्होंने तीसरा हिस्सा अल्लाह के रास्ते में लगाया. മുഴുവൻ സഹാബാക്കളെയും നമ്മൾ ചേർത്ത് വെച്ച് നോക്കി, ആവറേജ് എടുത്തു നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 1/3 സമയം അള്ളാഹുവിന്റെ മാർഗത്തിലായി അവർ ചെലവഴിച്ചിരുന്നു. अल्लाह ने उसे हिदायत का मरकज बनाया. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ത്യാഗം കാരണമായി മദീനയെ ഹിദായത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി. उनकी कुर्बानियों पर अल्लाह ने पूरी दुनिया में हिदायत और दीन वहां से फैलाया. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ ത്യാഗം കാരണമായി അവരുടെ നാട്ടിൽ നിന്നും ലോകം മുഴുവനും ഹിദായത്തിന്റെ കാറ്റുകളെ അടിച്ചു വീശുന്നതിനുള്ള ഒരു കാരണക്കാരാക്കി അവരെ മാറ്റി. वो काम करके खबरों में चले गए അവരവരുടെ ജോലികൾ പൂർത്തിയാക്കി അവരവരുടെ സങ്കേതമായ ഖബറിലേക്ക് തിരിച്ചുപോയി. और दुनिया में जितना दीन फैल रहा है, जितनी तबलीग हो रही है, जितने मदरसे पढ़ा रहे हैं, सब उनकी खबरों में जा रहा है. ഇന്ന് ലോകത്ത് എവിടെല്ലാം ദീനുണ്ടോ, ദീന് പരക്കുന്നുണ്ടോ, എവിടെല്ലാം തബ്ലീഗുകൾ നടക്കുന്നുണ്ടോ, പ്രബോധനങ്ങൾ നടക്കുന്നുണ്ടോ, എവിടെല്ലാം മദ്രസകൾ നടക്കുന്നുണ്ടോ, അമലുകൾ നടക്കുന്നുണ്ടോ, അതിന്റെ എല്ലാം പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. थोड़ा सा जिंदगी का जमाना, ചെറിയൊരു ജീവിതത്തിൽ നിന്നുള്ള കുറഞ്ഞ വേള അവർ ചെലവഴിച്ചു. उन्होंने करने का काम कर लिया. അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തു. और दुनिया में जो कुछ क़यामत तक होता रहेगा उनको तोहफा पहुंचता रहेगा. तोहफा അത് പൂർത്തിയാക്കി അവർ പോയി. പക്ഷെ ലോകം മുഴുവനും ചെയ്യപ്പെടുന്ന മുഴുവൻ നന്മകളും അവർക്ക് സമ്മാനങ്ങളായി പൊതിഞ്ഞു കെട്ടപ്പെട്ട് അവരെ മുമ്പിൽ എന്നും എത്തപ്പെടുകയാണ്. तो अगर हमारी तमन्ना है अल्लाह हमसे भी काम ले, तो ये 3 हिस्से करके 1 हिस्सा लगाओ. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം, അല്ലാഹുവേ എന്റെ ജീവിതത്തിനെ നീ സ്വീകരിക്കണമേ, എന്റെ ജീവിതത്തിന്റെ 1/3 നീ പടച്ചവനെ നീ സ്വീകരിക്കണമേ, നമ്മളും ആഗ്രഹിക്കണം. और आखिरी दर्जा ഏറ്റവും കുറഞ്ഞ നിലവാരം എന്താണ്? 10 में का 1 लगाओ. 10-1 നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കൽ. 9 हिस्से अपने जरूरतों के लिए, 10-9 നമ്മുടെ സ്വന്തം ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, 1 हिस्सा दीन के लिए. 1 ദീനിനു വേണ്ടി. साल का चिल्ला, വർഷത്തിൽ ഒരു 40 ദിവസം, एक बार 4 महीने तो जरूर लगाओ. ഒരു പ്രാവശ്യം എന്തായാലും ഒരു 4 മാസം നമ്മൾ പോയി നോക്കണം. गाड़ी रूट पर आ जाए, നമ്മുടെ വണ്ടി റൂട്ടിലാവും, വഴിയിൽ കയറി കിട്ടും. फिर साल का चिल्ला. പിന്നെന്ത് ചെയ്താൽ മതി? വർഷത്തിൽ ഒരു 40 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുക. ये साल का 10वां. ഇത് വർഷത്തിന്റെ 10-1 മാറി. महीने के 3 दिन, महीने का 10वां. മാസത്തിലുള്ള ഒരു 3 ദിവസം, അത് മാസത്തിന്റെ 10-1 മാറി. रोजाना के 24 घंटे का 10वां 2.5 घंटे. ദിവസേനയുള്ള 24 മണിക്കൂർ, അതിന്റെ 10-1 2.5 മണിക്കൂർ. क्या मिलेगा? നമുക്ക് എന്ത് കിട്ടും പകരം? 2.5 घंटे लगाए, सवाब ऐसा मिलेगा कि गोया सारा दिन दीन का काम किया. ദിവസേന 2.5 മണിക്കൂർ ദീനിനു വേണ്ടി സമയം ചെലവഴിക്കുന്നവന് എന്ത് പകരം കിട്ടും? ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂറും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. कि 24 घंटे का 10वां 2.5 घंटे है. 24 മണിക്കൂറിന്റെ 10-1 എത്രയാണ്? 2.5 മണിക്കൂർ. और सवाब जो है वो कम से कम मिलता है 1 का 10. പ്രതിഫലം ഏറ്റവും കുറഞ്ഞത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും 1-ന് 10 ആണ്. तो मरने के वक्त पर ये जो रोजाना 2.5 घंटे लगा रहे हैं, उसका अजर मौत पर ऐसा मिलेगा कि गोया पूरा दिन अल्लाह के रास्ते में लगाया. സഹോദരന്മാരെ, മരണത്തിന്റെ സമയത്ത് നമ്മൾക്ക് വെളിവാവും നമ്മൾ ചെലവഴിച്ച 2.5 മണിക്കൂർ അത് എത്ര വലുതായിരിക്കും. നമ്മുടെ ജീവിതം മുഴുവൻ ദിവസവും ദിനേനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് തുല്യമായ പ്രതിഫലം ഏറ്റവും മിനിമം നമ്മൾക്ക് നൽകപ്പെടും, കാണപ്പെടും. 3 दिन लगाए,
3 ദിവസം നമ്മൾ ചെലവഴിക്കും. मौत के वक्त पर उसका बदला ऐसा मिलेगा गोया पूरा महीना अल्लाह के रास्ते में लगाया. മരണത്തിന്റെ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ പ്രതിഫലം മാസം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നമുക്ക് നൽകും. चिल्ला लगाया, ഒരാൾ 40 ദിവസം ചെലവഴിച്ചു, मौत पर उसका अजर ऐसा मिलेगा गोया सारा साल जमा तबलीग में फिरता रहा. മരണത്തിന്റെ സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും അതിനുള്ള പ്രതിഫലം ഏറ്റവും കുറഞ്ഞത് വർഷം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിലായി നമ്മൾ യാത്ര ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഏറ്റവും കുറഞ്ഞത് 9 हिस्से दुनिया के लिए लगाए. 9 ഭാഗവും 10ൽ 9 ഭാഗവും നമ്മൾ കൊടുത്തിരുന്നത് ദുനിയാവിയായ കാര്യങ്ങൾക്ക്, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക്. उसका बदला मौत पर क्या मिलेगा? അതിന് പകരമായി മരണത്തിന്റെ സമയത്ത് നമ്മൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്? दुनिया कहेगी मेरे पास कुछ नहीं है. ദുനിയാവ് നമ്മളോട് പറയും എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ഒന്നുമില്ല. तुम्हारे पास कुछ है तो और वो भी दे दो. നിന്റെ കയ്യിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഇങ്ങോട്ട് തന്നേക്ക് എന്ന് ദുനിയാവ് നമ്മളോട് പറയും. अरे बेवफा है. ഈ ദുനിയാവ് അത് വലിയ ചതിയനാണ്. किसी के साथ इसने वफा नहीं की. ആരോടും ഇത് ഒരു വഞ്ചന കാണിക്കാത്തതായിട്ടില്ല. जो तुम्हारे हमारे साथ वफा करेगी. ആരോടും സത്യസന്ധത കൂറ് പുലർത്താത്ത ദുനിയാവ് എന്നോടും നിങ്ങളോടും സത്യസന്ധതയും കൂറും പുലർത്തുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? तो दुनिया बेवफा है. ദുനിയാവ് വലിയൊരു വഞ്ചകനാണ്. इसके लिए हमने सब लगाया. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മുഴുവൻ സമയം ചെലവഴിക്കുന്നത്. अल्लाह की दी हुई सलाहियतें सब लगाई. നമ്മൾക്ക് അല്ലാഹു നൽകിയ നമ്മുടെ എല്ലാ കഴിവുകളും നമ്മൾ ഇന്ന് ചെലവഴിക്കുന്നത് ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. अकल लगाई, നമ്മളുടെ ബുദ്ധി അതും ഈ ദുനിയാവിന് വേണ്ടി, सलाहियत लगाई, നമ്മുടെ കഴിവുകൾ അതും ഈ ബുദ്ധിക്ക് ഈ ദുനിയാവിന് വേണ്ടി सब कुछ लगा दिया. മുഴുവൻ നമ്മൾ ചെലവഴിക്കുന്നു. बदला क्या मिला? പകരം എന്ത് കിട്ടും? दुनिया कहेगी कुछ नहीं मेरे पास. ദുനിയാവ് പറയും എന്റെ അടുക്കൽ നിങ്ങൾക്ക് പകരം തരാൻ ഒന്നുമില്ല. और दीन के लिए 10वां लगाया. ദീനിനു വേണ്ടി ആകെ 10-1 നമ്മൾ ചെലവഴിച്ചെങ്കിൽ बदला मिलेगा पूरा लगाने का. അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകാൻ പോകുന്നത് മുഴുവൻ തന്നതുപോലെ 9 10-ൽ 10 കൊടുത്ത പോലെ അല്ലാഹു പ്രതിഫലം നൽകും. कितनी बड़ी दौलत है. എത്ര വലിയ സമ്പത്താണ് സഹോദരന്മാരെ. तो भाइयों, इस तबलीग के जरिए ये कहते हैं कि आला दर्जा चाहो 3रा लगाओ और कम से कम 10वां लगा दो. സഹോദരന്മാരെ, നമ്മളോട് പറയപ്പെടുന്നത് എന്താണ്? ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമത്തിൽ ഏറ്റവും കൂടിയ അളവ്, ഏറ്റവും വലിയ നിലവാരം എന്താണ്? 3-1 നൽകൽ. ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും മിനിമം നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്? 10-1. इसी के लिए ये इज्तिमा है. അതിനു വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂട്ടിയുള്ള ഈ സമ്മേളനങ്ങൾ. बयानात बहुत सुन चुके. പ്രസംഗങ്ങൾ നിങ്ങൾ ഒരുപാട് കേട്ട് കഴിഞ്ഞു. कुछ करो. നിങ്ങൾ എന്തെങ്കിലും ചെയ്യിൻ. सुनने से काम नहीं चलेगा. വെറും കേൾക്കൽ കൊണ്ട് എന്ത് നടക്കാൻ? सवाब मिलेगा. സവാബ് കിട്ടും കേട്ടോ, പ്രതിഫലം കിട്ടും. उसका इनकार नहीं है. അത് നമ്മൾ ഒരിക്കലും കിട്ടൂല എന്ന് പറയാൻ പറ്റില്ല. लेकिन हम अगर ये चाहें कि हमारी जिंदगियों में इनकलाब आए, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ ജീവിതങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടായി തീരണം. हमारी जिंदगियां बदलें, നമ്മുടെ ജീവിതം നന്നായി തീരണം. उम्मत की जिंदगी बदले. ഉമ്മത്തിന്റെ ജീവിതം നന്നായി തീരണം. किस हाल में आज दुनिया में उम्मत गुजर रही है. ഇന്ന് ലോകം മുഴുവനുള്ള മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. कल आपने कारगुजारी नहीं सुनी? നിങ്ങൾ ഇന്നലെ കാർഗുസാരി കേട്ടില്ലേ? कजाकिस्तान, കസാക്കിസ്ഥാൻ, किर्गिस्तान, കിർഗിസ്ഥാൻ 90% मुस्लिम आबादी का मुल्क. 90% മുസ്ലിമീങ്ങളുള്ള രാജ്യമാണ് കിർഗിസ്ഥാൻ. USSR. MBBS के लिए हमारे तलबा वहां जा रहे हैं. നമ്മളെ കുട്ടികൾ ഇന്ന് റഷ്യയിൽ പഠിക്കാൻ പോകുന്നത്, MBBS പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു രാജ്യമാണ് കിർഗിസ്ഥാൻ. क्योंकि सस्ता है वहां. അവിടെ ചെലവ് കുറവാണ്, പഠിക്കാൻ വലിയ പൈസ ആവശ്യമില്ല. तो 10,000 मुसलमान तलबा पढ़ रहे हैं. 10,000 മുസ്ലിമീങ്ങളായ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. 3,000 लड़कियां हैं. അതിൽ 3,000 പെൺകുട്ടികളാണ്. हमारे इस जमात में जाके काम किया. बहुत से लोग आए, उन्होंने ये कहा कि जिंदगी में हमने पहली मर्तबा नमाज पढ़ी है. നമ്മുടെ ജമാഅത്ത് അവിടെ പോയി പരിശ്രമിച്ചു. അതിലുള്ള ധാരാളം ആൾക്കാരെ പോയി കണ്ടു. അവര് നമ്മുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറയുകയുണ്ടായി, ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് നമസ്കരിക്കുന്നത്. MBBS पढ़ने के लिए किर्गिस्तान तक जाना मालूम है, नमाज नहीं मालूम. MBBS നേടാൻ വേണ്ടി കിർഗിസ്ഥാൻ വരെ പോകാൻ നമ്മൾക്കറിയാം, നമസ്കാരത്തെ കുറിച്ച് നമുക്കറിയില്ല. तो भाइयों, उम्मत कहाँ जा रही है? സമര നമ്മുടെ ഉമ്മത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് സഹോദരന്മാരെ? तो ये काम सिर्फ बयानात के लिए नहीं है. സഹോദരന്മാരെ, ഇത് വെറും ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടമല്ല ഇത്. अरे कुछ करना, क्या करना? നമ്മൾ എന്തെങ്കിലും ചെയ്യണ സമരം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
इस उम्मत को दीन के काम पर डालना है, ഈ ഉമ്മത്തിനെ ദീനിന്റെ പരിശ്രമത്തിലേക്ക് വലിച്ചു ചേർക്കണം. इस मेहनत के लिए नबी आते थे, ഈ പരിശ്രമത്തിന് വേണ്ടിയിട്ടാണ് നബിമാർ വന്നിരുന്നത്. लेकिन अब नबी नहीं आएंगे. ഇനിയൊരു നബി വരാനില്ല. बंदों को अल्लाह से जोड़ने के लिए नबी आते थे, അടിമകളെ അള്ളാഹുവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു നബിമാർ വന്നിരുന്നത്. अब नबी नहीं आएंगे. ഇനിയൊരു നബി വരാനില്ല. कि तुखरिज अन्नास मिन अज़्ज़ुलुमाति इला नूर, नबी क्यों आते थे? अंधेरों से निकालने के लिए, अंधेरों की. നബിമാർ വന്നിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പുറപ്പെട്ടു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുപോകാൻ. कौन से अंधेरे? ഏത് അന്ധകാരം? गुनाहों का अंधेरा, തിന്മകളുടെ തെറ്റുകളുടെ അന്ധകാരം, नाफरमानियों का अंधेरा, അനുസരണക്കേട് കൊണ്ടുണ്ടാകുന്ന അന്ധകാരം, अल्लाह से कनेक्शन के टूटने का अंधेरा. അള്ളാഹുമായിട്ടുള്ള ബന്ധം വിട്ടുപോയതിന്റെ പേരിലുള്ള അന്ധകാരം. उन अंधेरों से निकालते थे नबी. ആ അന്ധകാരങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ പുറത്തേക്ക് നയിക്കുമായിരുന്നു നബിമാർ വെളിച്ചത്തിലേക്ക്. हिदायत की तरफ इंसानों को लाते थे. സന്മാർഗത്തിന്റെ നേർമാർഗത്തിന്റെ വഴിയിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുപോകുമായിരുന്നു നബിമാർ. अब वो नबी नहीं आएंगे. ഇനി നബിമാർ വരാനില്ല, നബി വരാനില്ല. तो क्या दुनिया को अंधेरों में भटकने के लिए छोड़ देंगे? എന്താ നമ്മൾ അത് കാരണമായി ഇനി മുഴുവൻ മാനവരാശി അന്ധകാരത്തിൽ കുടുങ്ങിക്കിടക്കട്ടെ എന്ന് നമ്മൾ കരുതാൻ പാടുണ്ടോ? अरे छोड़ देंगे, അങ്ങനെ വിടേണ്ടതുണ്ടോ? फिर कौन करेगा काम? ആര് ചെയ്യും? ആര് ചെയ്യും? പറയും. हुजूर ने फरमाया मेरी उम्मत करेगी. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്റെ ഉമ്മത്ത് ചെയ്യും. आखिरी इज्तिमा അവസാനത്തെ സമ്മേളനം നബിതങ്ങളുടെ हज्जतुल विदा, ഹജ്ജത്തുൽ വിദാ, ये आखिरी इज्तिमा. ഇത് അവസാനത്തെ നബിതങ്ങളുടെ സമ്മേളനം. हुजूर ने सहाबा को जमा किया, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി. इज्तिमा किया मीना में, अरफात में. മീനയില് അർഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു സമ്മേളനം ഒരുമിച്ച് കൂട്ടി. उसके 2 महीने बाद हुजूर दुनिया से गए. അതിന്റെ 2 വർഷത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 महीने, 2 മാസത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി. इसलिए उसका नाम हज्जतुल विदा पड़ा. അതുകൊണ്ടാണ് ആ ഹജ്ജിന്റെ പേര് ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജ് എന്ന് പേര് വന്നത് തന്നെ. तो ये इज्तिमा था, सहाबा का इज्तिमा. ഇത് സഹാബാക്കളുടെ വലിയ സംഗമം, ഇജ്തിമ, സമ്മേളനം ഇതുപോലെ. और खुतबा हुजूर का, ഖുത്ബ പറഞ്ഞതാര്? പ്രസംഗിച്ചതാര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. खुतबा हज्जतुल विदा. ഹജ്ജത്തുൽ വിദായിൽ ചെയ്യപ്പെട്ട ഖുത്ബ. आपने पूछा क्या मैंने अल्लाह का पैगाम पहुंचा दिया? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറയിൻ ഞാൻ അല്ലാഹു നൽകിയ സന്ദേശം നിങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിച്ചു തന്നുവോ? तो सब सहाबा ने कहा कि आपने पहुंचाया, उसका हक अदा किया. സഹാബാക്കൾ മുഴുവൻ ഏകസ്വരത്തിൽ പറഞ്ഞു, താങ്കൾ സന്ദേശം എത്തിച്ചു തന്നു, അതിനെ പരിപൂർണമായ രീതിയിൽ അതിനെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു, आपने फरमाया അതിനോടുള്ള കടമകൾ നിറവേറ്റി. मैंने तुम तक पहुंचाया है, आगे पहुंचाते रहना तुम्हारा काम है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു, ഇനി അതിനെ മുന്നോട്ടേക്ക് എത്തിക്കേണ്ടത്, മറ്റുള്ളവരിലേക്ക്, വരും തലമുറയിലേക്ക് എത്തിക്കേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. तो ये जिम्मेदारी अल्लाह ने, अल्लाह के रसूल ने इस उम्मत के कंधों पे रखी है. ഈ ഉത്തരവാദിത്തം, ഈ ഒരു ചുമതല അല്ലാഹു സുബ്ഹാനഹു വതആല നബിയിലൂടെ, നബിയുടെ ഉമ്മത്തിന്റെ ചുമലുകൾക്ക് മേൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. तो भाइयों, हुजूर का काम हमारा काम. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലി അത് നമ്മുടെ ജോലിയാണ്. उनकी जिंदगी हमारी जिंदगी. അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതമാണ്. उनका काम हमारा काम. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലി നമ്മുടെ ജോലിയാണ്. अरे उसके लिए 3 में 1 हिस्सा दो. അതില് വേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ 1/3 ഭാഗം കൊടുക്കലാണ്. आखिरी दर्जा 1 हिस्सा दे दो. ഏറ്റവും കുറഞ്ഞത് 10-1 അതിനുവേണ്ടി സമയം മാറ്റിവെക്കലാണ്. यही दावत है ഇതിനാണ് ദാവത്ത് എന്ന് പറയുന്നത്. कि उम्मत इस पर आ जाए, ഉമ്മത്ത് മുഴുവനും ഇതിലേക്ക് വരണം. हमारी भी जिंदगियां बदलेंगी. നമ്മുടെ ജീവിതം നന്നായി തീരും. सबसे पहले कुर्बानी देने वाले की जिंदगी पर असर पड़ेगा. ഏറ്റവും കൂടുതൽ ആദ്യമായി ആര് ത്യാഗം ചെയ്യുന്നുവോ അവന്റെ സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിത്തീരും. फिर जहां जहां कुर्बानी दी जाएगी वो इलाके बदलेंगे. അവൻ എവിടെല്ലാം പോയി ത്യാഗങ്ങൾ ചെയ്യുന്നു ആ പ്രദേശങ്ങളിലെല്ലാം മാറ്റങ്ങൾ वहां ഉണ്ടായിത്തീരും. के इंसानों की जिंदगियां बदलेंगी. അവിടെയുള്ള മനുഷ്യന്മാരുടെ ജീവിതങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കും. ये खुशनसीब होंगे, ഇവൻ വലിയ ഭാഗ്യവാനായി തീരും. हुजूर खुश होंगे, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കണ്ട് സന്തോഷിക്കും, अल्लाह खुश होगा അല്ലാഹു സന്തോഷിക്കും. कि मेरे आखिरी जमाने के मेरे उम्मती हैं, इन्होंने अब मेरे दीन के लिए कुर्बानियां दी हैं.
അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്ത് അവസാന കാലഘട്ടത്തിൽ വരുന്ന ഈ ഉമ്മത്ത് ഈ ഫിത്ന ഫസാദിന്റെ കാലഘട്ടത്തിൽ ത്യാഗം ചെയ്യുന്നു. അള്ളാഹുവും നബിയും സന്തോഷിക്കും. उसके लिए भाइयों कुछ तय करके जाओ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടേ ഇവിടെ നിന്നും പോകാവൂ. माशाअल्लाह पूरा केरला जमा हुआ है. മാഷാഅല്ലാഹ്, മുഴുവൻ കേരളത്തിലെ ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. बड़ी अल्लाह ने सलाहियतें दी हैं. അള്ളാഹു നിങ്ങൾക്ക് വലിയ കഴിവും കപ്പാസിറ്റി നൽകിയിരിക്കുകയാണ്. इसको सबको दुनिया पर लगा के जाया मत करो. ഇതെല്ലാം ദുനിയാവിൽ സമ്പാദിച്ച് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. उसका एक हिस्सा दीन के लिए लगाओ. അതിന്റെ ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഒരു ഭാഗം ദീനിനു വേണ്ടി ചെലവഴിക്കിൻ. कितना लगाना है तय करो. എത്ര ചെലവഴിക്കണം അത് നിങ്ങൾ തീരുമാനിക്കിൻ. फिर आगे अल्लाह बढ़ाएगा. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നിങ്ങളെ അതിൽ മുന്നോട്ട് നിങ്ങളെ അള്ളാഹു കൊണ്ടുപോകും. इस मजलिस में ये तय करके जाओ. ഈ മജ്ലിസിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് പോകിൻ. जिलावार हल्के बनाकर നിങ്ങൾ ഓരോ ജില്ലക്കാരും ഹൽക്കകളായിട്ട് മാറിയിരിക്കും. मस्जिद के साथियों को साथ लेकर बैठ के ഓരോ പള്ളിക്കാരും അവരുടെ കൂട്ടുകാരെ കൂട്ടി ഒന്നിച്ചിരിക്കും. कि रोजाना हम थोड़ी देर के लिए तालीम में बैठेंगे. നമ്മൾ ദിവസേന നമ്മുടെ പള്ളികളിലുള്ള താലീം നടക്കുന്ന പള്ളികളിൽ ഒരല്പസമയം താലീമിൽ നമ്മൾ പങ്കെടുക്കും. किस काम पर अल्लाह क्या देगा? ഓരോ അമലുകൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം എന്താണ് കിട്ടുക, ഇതാണ് താലീം. कुरान में बताया अल्लाह ने, हदीस में बताया हुजूर ने. ഖുർആൻ അല്ലാഹു മനസ്സിലാക്കി തന്നു, ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. उन बातों को एक मुहद्दिस ने, जिन्होंने 47 साल उलमा को हदीसें पढ़ाई, उन्होंने जमा किया है फजाइल की किताब में. അങ്ങനത്തെ ഖുർആനിലെ വചനങ്ങൾ, ഹദീസിലെ വചനങ്ങൾ 47 വർഷം ഖുർആനും ഹദീസും പഠിപ്പിച്ച ഒരു വലിയൊരു മുഹദ്ദിസ്, അദ്ദേഹം ഒരു കിതാബ് ഉണ്ടാക്കി, ഫദായിലിന്റെ കിതാബ് ഉണ്ടാക്കി അതിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. कि किस अमल पर अल्लाह क्या देता है, ഓരോ അമലിന്റെ പേരിലും അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്, दुनिया में क्या नफा है, आखिरत में क्या नफा है. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകും, ആഖിറത്തിൽ നമ്മൾക്ക് എന്ത് പ്രതിഫലം നൽകും. थोड़ी देर बैठकर उसे सुनो. ദിവസേന നമ്മുടെ ഒരു അല്പസമയം ഒരുമിച്ച് കൂടിയിരുന്ന് അത് അല്പം കേൾക്കൽ. अल्लाह रसूल की बातों में नूर है. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിൽ വലിയ പ്രകാശമുണ്ട്. वो नूर दिल में आएगा. ആ നൂറ് പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ അത് കേറും. जब वो नाम दिल में आएगा तो अमल पर डालेगा. അത് നമ്മുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മൾ അമലിൽ പ്രതിഫലിക്കാൻ തുടങ്ങും. इसी को घर में पढ़ो. ഇത് ഈ കിതാബ് നമ്മുടെ വീടുകളിൽ വായിക്കും. घर के माहौल में तब्दीली आएगी. വീടിന്റെ അന്തരീക്ഷം മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മാറ്റം കാണിച്ചു തുടങ്ങും. थोड़ी देर अपनी मस्जिद में बैठकर मशवरा करो. ദിവസേന അല്പസമയം പള്ളിയിൽ ഇരുന്ന് നിങ്ങൾ മശ്വറ ചെയ്യിൻ, കാര്യങ്ങൾ ആലോചിക്കിൻ. क्या मशवरा? എന്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, മശ്വറ ചെയ്യേണ്ടത്? कि दीन के इस काम में मेरा क्या हिस्सा हो सकता है. ദീനിന്റെ ഈ പരിശ്രമത്തിൽ എന്റെ പങ്ക് എന്തായിരിക്കണം, ഇതാണ് മശ്വറ. मैं क्या कर सकता हूँ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, मेरा क्या हिस्सा हो सकता है. എന്താണ് എന്റെ പങ്ക്, എന്റെ ഉത്തരവാദിത്തം എന്താണ്? यह है मशवरा. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മശ്വറ ചെയ്യുന്നത്. घर घर मुलाकातें करो. വീടാന്തരം നിങ്ങൾ മുലാഖാത്ത് ചെയ്യുവിൻ. भाइयों से मिलो. നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ പോയി കാണിൻ. एक मुसलमान दूसरे मुसलमान से मिलता है अल्लाह के दीन के लिए, अल्लाह दोनों के गुनाह माफ करते हैं. यग़फ़िरुल्लाहु लना व लकुम. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ കണ്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടവന്റെയും കാണാൻ പോയവന്റെയും രണ്ടാളുടെയും പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. दोनों को क़यामत में अर्श का साया देते हैं. രണ്ടുപേർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അർശിന്റെ തണൽ നൽകുന്നതാണ്. आ जाओ तुम भी आ जाओ. फरिश्ते बुलाएंगे कि गश्तें करते थे, भाइयों को जाके दीन की बात करते थे, 2.5 घंटे लगा देते. आ जाओ. മലക്കുകൾ പറയും, വരി കേറിനോളി, തണലത്ത് കേറിനോളി. നിങ്ങൾ ജനങ്ങളെടുത്ത് പോയി അള്ളാഹ് റസൂൽ ആഖിറം പറഞ്ഞവരാണ്, ഗസ്റ്റ് ചെയ്തവരാണ്, മുലാഖാത്ത് ചെയ്തവരാണ്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ തണലിലേക്ക് കേറി നിന്നോളിൻ എന്ന് പറഞ്ഞ് നാളെ അർശിന്റെ തണല് നമുക്ക് സ്ഥാനം കിട്ടും. कैसा इज्जत का मकाम हो. എത്ര വലിയ അന്തസ്സിന്റെ സ്ഥാനമായിരിക്കും സഹോദരന്മാരെ അത്. आज घर घर जाके भाइयों से दीन की बात करेंगे, कल ഖിയാമത്ത് में अर्श का साया मिलेगा. ഇന്ന് നമ്മൾ വീടാന്തരം പോയി അള്ളാഹ് റസൂൽ ആഖിറത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ഈ ചെറിയ അമലിന്റെ പേരിൽ നമ്മൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ അർശിന്റെ തണൽ കിട്ടുന്നതിന് കാരണമായി തീരും. क्या बात करना, എന്താണ് പറയേണ്ടത്? कि भाइयों अल्लाह ने हमें ईमान दिया, हुजूर की उम्मत में पैदा किया, कितनी बड़ी नेमत है. നമ്മൾ അവരോട് പറയണ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി, അള്ളാഹു നമ്മളെ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി, എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ കാര്യമാണ്. हम अल्लाह का हुक्म मानेंगे, हुजूर के तरीके पर चलेंगे, अल्लाह हमारी दुनिया भी बनाएगा, आखिरत भी बनाएगा. നമ്മൾ
നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, നബിതങ്ങളെ സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ദുനിയാവിലും നമ്മൾ രക്ഷപ്പെടും, ആഖിറം നമ്മൾ വിജയിക്കും. वो कैसे आए? അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും? उसके लिए एक मेहनत हो रही है. അതിനുവേണ്ടി ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. 4 महीने जाते हैं. 4 മാസം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകാറുണ്ട്. भाई तुम भी इरादा करो. നിങ്ങൾ നിയത്ത് വെക്കിൻ ഇൻഷാ അല്ലാഹ്. वो कहता नहीं 4 महीने मुश्किल है मेरे लिए. अच्छा चलो भाई चुल्ला दे दो. അപ്പൊ അയാൾ പറയാണ് 4 മാസം എനിക്ക് അത്ര എളുപ്പമല്ല. അപ്പൊ പറയാം ആയിക്കോട്ടെ, നിങ്ങൾ 40 ദിവസം പോയി. ओ 40 दिन नहीं होता. അപ്പൊ അയാൾ പറയാം ഓഹോ പറ്റൂല, 40 ദിവസം അല്ലോ പറ്റൂല. क्या बताएं, जिंदगी पूरी देने तैयार दुनिया के लिए और दिन के लिए 40 दिन. इतना എന്താ പറയാ, ദുനിയാവിന് വേണ്ടി മുഴുവൻ ജീവിതം കൊടുക്കാൻ റെഡിയുള്ള ആള് ഒരു 40 ദിവസം ദീനിന് വേണ്ടി കൊടുക്കാൻ തയ്യാറില്ല. അത് കേൾക്കുമ്പോഴേക്ക് ആള് ബേജാറാവാണ്. दुबई जाने के लिए कौन तैयार है? फ्री वीजा. ദുബൈയിലേക്ക് പോവാൻ ആര് തയ്യാറുണ്ട്? ഫ്രീ വിസ. फ्री वीजा कौन Free- तैयार है? सब खड़े हो जाए. എല്ലാരും റെഡിയായി. तो भाइयों, ये दीन हमारी जिंदगी में आए, उसके लिए ये मेहनत है. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദീൻ ഉണ്ടായി തീരാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം, അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയ ऐसा करो, ऐसा करो, नियत तो रखो 4 महीने की, लेकिन 3 दिन से शुरू करो. ഏതായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇൻഷാല്ലാ നിയത്ത് വെച്ചോളിൻ ഒരു 4 മാസം പോകാമെന്ന്. ഇപ്പൊ നിങ്ങൾ ഒരു 3 ദിവസം, അതിൽ നിന്നൊരു 3 ദിവസം എടുത്തിട്ട് ചെറിയൊരു യാത്രക്ക് നിങ്ങൾ തയ്യാറാകിൽ. तो अच्छा मैं तैयार हूँ. അപ്പൊ അയാൾ പറയും 3 ദിവസമാണെങ്കിൽ ഞാൻ റെഡിയാണ്. मैं दूसरी जमात आई थी, उनको बोल दिया मैं 3 दिन आता हूँ, फिर क्या करूँ मैं? അപ്പൊ അദ്ദേഹം പറയും വേറൊരു ആൾക്കാർ എന്നെ വന്ന് ക്ഷണിച്ചിട്ടുണ്ട് 3 ദിവസം പോവാന്, ഞാൻ ഇനിയിപ്പം എന്താണ് അവരോട് ഞാൻ എന്ത് പറയും, നിങ്ങളോട് എന്ത് പറയും? अच्छा जाओ, उनके साथ जाओ, आइंदा मर्तबा हमारे साथ आओ. അപ്പൊ നമ്മൾ പറയണം ഇൻഷാല്ലാ അവര് ക്ഷണിച്ചു, നിങ്ങൾ ഈ പ്രാവശ്യം അവരുടെ കൂടെ പോയിക്കോളിൻ, അടുത്ത പ്രാവശ്യം ഇൻഷാല്ലാ നമ്മളെ കൂടിയും വരും. ठीक है ना? അത് ശരിയല്ലേ? ഓക്കെ അല്ലേ? अरे ओके ना, ओके नहीं. ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ? പറയും ഓക്കെ. तो भाइयों, अगर इतना करके हम शुरू करेंगे, अल्लाह मंजिल को पहुंचाएगा. സോമരെ, ഈ ചെറിയ രീതിയിലുള്ള നമ്മുടെ ഈ പരിശ്രമം നമ്മൾ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും. 3 काम रोजाना. ദിവസേന 3 പണികൾ ചെയ്യണം. खुलासा, ചെറുതായിട്ട് പറയാം. 3 काम रोजाना. 3 കാര്യങ്ങളാണ് ദിവസേന ചെയ്യേണ്ടത്. അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്, രത്ന ചുരുക്കം. घर की मस्जिद की तालीम, വീട്ടിലെ പള്ളിയിലുള്ള താലീം, അതാണ് ഒന്നാമത്തെ കാര്യം. रोजाना का मशवरा, ദിവസേനയുള്ള മശൂറ, रोजाना 2.5 घंटे. ദിവസേന 2.5 മണിക്കൂർ പരിശ്രമം. और इन 2.5 घंटों में घर घर जाके भाइयों से दीन की बात करना. ഈ 2.5 മണിക്കൂറിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി മുസ്ലിം സഹോദരന്മാരെ പോയി അല്ലാഹു റസൂൽ ആഖിറത്തിനെ കുറിച്ച് പറയൽ, മുലാഖാത്ത് ചെയ്യൽ, उनको तैयार करना, അവരെ തയ്യാറാക്കൽ, किसी न किसी काम के लिए तैयार करना. ഏതെങ്കിലും ഒരു ജോലിക്ക് ഉത്തരവാദിത്തത്തിന് വേണ്ടി അവരെ തയ്യാറാക്കൽ. 3 काम रोजाना. ദിവസേന ചെയ്യേണ്ട 3 അമലുകൾ क्या क्या? എന്തൊക്കെയാണ്? പറയും. तालीम, താലീം, मशवरा മശ്വറ. और 2.5 घंटे घर घर की मुलाकात. ദിവസേന 2.5 മണിക്കൂർ എടുത്ത് വീട് വിടാന്തരമുള്ള മുലാഖാത്തുകൾ. तो ये काम 3 काम रोजाना. ഇത് ദിവസേന ചെയ്യേണ്ട 3 ജോലികൾ. हफ्ते के 2 गश्त. ആഴ്ചയിൽ ചെയ്യേണ്ടത് ഒരു 2 ഗസ്തുകൾ ചെയ്യണം ആഴ്ചയിൽ. एक अपने मोहल्ले में, दूसरा दूसरे मोहल्ले. ഒന്ന് നമ്മുടെ സ്വന്തം മഹല്ലത്തിൽ നമ്മൾ ഗസ്ത് ചെയ്യുക, 2 സമീപത്തുള്ള ഒരു മഹല്ലത്തിൽ പോയി അവിടെ പോയി രണ്ടാമത്തെ ഗസ്ത് ചെയ്യൽ. महीने के 3 दिन. മാസത്തിൽ ചെയ്യേണ്ട ജോലി 3 ദിവസം ജമാഅത്തിൽ പോകൽ. साल में हिम्मत दे अल्लाह 4 महीने नहीं, कम से कम चिल्ला. വർഷത്തിൽ ഹിമ്മത്തുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ഒരു 4 മാസം, ഇല്ലെങ്കിൽ ഒരു 40 ദിവസം. ये हुआ साला रोजाना. बोलो പറയ്. ഇത് എന്താണ്? റോസാന, वाराना, വാറാന, माहाना, മാഹാന, सालाना. സാലാന. വർഷം തോറും, മാസം തോറും, ആഴ്ച തോറും, ദിവസം തോറും. सालाना, माहाना, സാലാന പറയ്. माहाना, മാഹാന മാസം തോറും, वाराना, വാരാന ആഴ്ച തോറും, रोजाना. റോസാന ദിവസം തോറും. इतना करते रहेंगे, अल्लाह मंजिल को पहुंचाएगा. ഇത്രയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. भाइयों, अगर मंजिल को पहुंचने से पहले दुनिया से जाने का अगर वक्त आ गया, तो कुरान और हदीस में बड़ी बशारतें हैं कि जिनका रास्ता पकड़ा था, क़यामत में अल्लाह उनके साथ उठाएगा, उनके साथ हशर करेगा. സഹോദരന്മാരെ, അഥവാ നമ്മൾ ഈ ജോലികൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ഇല്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന്റെ മുമ്പ് ഈ ദുനിയാവിൽ നിന്നും നമ്മൾ പോകേണ്ടി വന്നെങ്കിൽ, അഥവാ നമ്മൾ മരിച്ചു പോകുമെങ്കിൽ, ലക്ഷ്യസ്ഥാനം നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും ഖുർആനും ഹദീസും സാക്ഷിയാണ്,
ഏതൊരു മാർഗം നമ്മൾ തിരഞ്ഞെടുത്തു, ആരുടെ മാർഗത്തിൽ നമ്മൾ ചലിച്ചോ, അല്ലാഹു സുബ്ഹാനഹു തആല മരണത്തിന് ശേഷം അവരുടെ മാർഗത്തിൽ നമ്മളെയും കൂട്ടിച്ചേർക്കുന്നതാണ്. उनके साथ अल्लाह हशर करेगा. അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ മൈദാനെ ഹശറിൽ അവരെ കൂട്ടത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. उनकी मंजिल को नहीं पहुंचे, അവരെത്തിയ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയില്ല. उनका रास्ता पकड़ा था. അവരുടെ വഴി നമ്മൾ സ്വീകരിച്ചിരുന്നു. ഖിയാമത്ത് में अल्लाह उनके साथ उठाएगा. അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ അവരെത്തിയ ലക്ഷ്യത്തിലേക്ക്, സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ വഴി പിടിച്ചതിന്റെ പേരിൽ നമ്മൾ അവിടെ എത്തിക്കും. कितनी खुशनसीबी हो. നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് സഹോദരന്മാരെ. इसके लिए भाइयों ये मजलिस जो है, इसमें थोड़ी देर के लिए मस्जिद के साथ ही बैठकर इरादे करो. അതുകൊണ്ട് സഹോദരന്മാരെ കുറച്ച് ക്ഷമിച്ചിരിക്കിൻ, ആരും പോകല്ലിൻ, അടങ്ങിയിരിക്കിൻ, സമാധാനത്തോടു കൂടി ഇരിക്കിൻ. എന്നിട്ട് നമ്മൾ ഓരോ ജില്ലക്കാര് അവരുടെ ഹൽക്കയിലുള്ള പള്ളികൾ ആയി നമ്മൾ വന്ന ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിയിരുത്തിൻ. എന്നിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കിൻ. 4 महीने कब लगाएंगे? 4 മാസം നമ്മൾ എപ്പോൾ പോകും? माशाल्लाह इरादे सबने किए हैं. മാഷാഅല്ലാഹ് എല്ലാവരും തീരുമാനം എടുത്തിട്ടുണ്ട്. कुछ नकद जा रहे हैं, ചിലവര് ഉടനെ തന്നെ പുറപ്പെടുന്നുണ്ട്. अल्लाह कबूल फरमाए. അള്ളാഹു കബൂലാക്കട്ടെ. किसी मजबूरी से नकद नहीं जा रहे हैं, कब जाएंगे? ചില ആൾക്കാര് അവർക്ക് എന്തെങ്കിലും കാരണം അവർക്ക് ഉടനെ പുറപ്പെടാൻ സാധിക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോൾ പുറപ്പെടും? 4 महीने कब लगाएंगे? 4 മാസം നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ പോകാൻ തയ്യാറ്? चिल्ला कब लगाएंगे? 4 ദിവസം നിങ്ങൾ എപ്പോഴാണ് അടുത്ത വേളയിൽ പോകാൻ തയ്യാറ്? 3 दिन कौन से हफ्ते में लगाएंगे? पहला, दूसरा, 3 ദിവസം നിങ്ങൾ ഏത് ആഴ്ചയിലാണ് നിങ്ങൾ പോകാൻ തയ്യാറ്? और ये रोजाना के 3 काम की स्वत करेंगे. ദിവസേന നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ അമലുകൾ നിങ്ങൾ എപ്പോഴാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? अजान में कितनी देर है? अजान का वक्त अच्छा अच्छा, हाँ ठीक है. तो भाई इस वक्त पहले जिलावार बैठो. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓരോരുത്തരും അവരവരുടെ ജില്ല അതിന്റെ ബോർഡ് എഴുതിയ സ്ഥലത്ത് ഇരിക്കണം. എനിക്കല്ലേ, ഞാൻ പറയാം. ബാക്കിൽ നിന്ന് ആരും പോകല്ലേ കേട്ടോ, ആരും പോകല്ലേ. പണി കഴിഞ്ഞിട്ടില്ല, ദയവ് ചെയ്ത് പോകരുത്. ഇത് കഴിഞ്ഞാൽ സമയം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഓരോ ജില്ലക്കാർ ജില്ലയുടെ ബോർഡ് എവിടെയാണ് എഴുതിയത് അവിടെ ഇരിക്കണം. और फिर उसके बाद मस्जिद का हल्का बनाओ. അതിനുശേഷം ഹൽക്കകളായിട്ട് ഇരിക്കുകയും അതിനുശേഷം പള്ളികളായിട്ട് ഇരിക്കുകയും ചെയ്യും. और ये इरादे करो. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കിൻ. मोमिन के इरादे की भी अल्लाह क्या कीमत है. ഈ മുഅ്മിനീങ്ങൾ എടുക്കുന്ന, സത്യവിശ്വാസികൾ എടുക്കുന്ന ഒരു തീരുമാനം, അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിലയുണ്ട്. इरादे की भी अल्लाह क्या कीमत है. അതിന് പോലും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയുണ്ട്. दुनिया के काम में इरादे पे कुछ नहीं मिलता. ദുനിയാവിന്റെ കാര്യങ്ങൾ ഒരു മനുഷ്യൻ വെറുതെ തീരുമാനിച്ചതിന്റെ പേരിൽ അതിനോന് പ്രത്യേകമായിട്ടൊന്നും കിട്ടാനില്ല. कचौड़ों करने से फायदा मिलेगा. കച്ചവടം ചെയ്താൽ മാത്രമേ എന്തേയുള്ളൂ, അതിൽ നിന്നും ലാഭം കിട്ടുകയുള്ളൂ. वहां कचौड़ों करता हूं बोलता है, करता नहीं, उसको क्या मिलेगा? കച്ചവടം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ലാഭം കിട്ടുമോ? लेकिन दीन के काम में इरादे का भी अल्लाह के यहाँ कदर है. പക്ഷെ ദീനിന്റെ പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ആലോചനകൾക്ക് പോലും നമ്മൾക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. इरादे पे एक सवाब, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ പേരിൽ അപ്പോൾ തന്നെ നമ്മളെ പേരിൽ ഒരു പ്രതിഫലം എഴുതപ്പെടും. अमल करो तो 10, ചെയ്താൽ 10 ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. नियत की एक सवाब मिल गया. നിയ്യത്ത് വെച്ചാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രതിഫലം നമ്മളെ പേരിൽ എഴുതും. जब अमल करेगा तो अल्लाह उसको into 10, അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്താൽ അതിനെ into 10 10 ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കും. तो दुनिया में ऐसा कोई काम नहीं है. ദുനിയാവിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല. इतना दिलाने वाला. ഇത്ര കിട്ടുന്ന ഒരു അമലും ദുനിയാവിന്റെ കാര്യത്തിലില്ല. अब शैतान बड़ा चालाक है. ശൈത്താൻ പക്ഷേ ഭയങ്കര തന്ത്രശാലിയാണ്. खुलाउज बिरबिन्नास, ഖുൽ ഔദു ബിറബ്ബിന്നാസ്, मलिकिन्नास, മലിക്കിന്നാസ്, इलाहिन्नास, ഇലാഹിന്നാസ്, मिन शर्रिल, बोला ना, പറയ്, वसवास. വസ്വാസ്. वो कौन, वो डालने वाला कौन? वसवास. ഈ വസ്വാസ്, ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നവൻ ആരാണ്? खन्नास. ഖന്നാസ്. तो बोलेगा तुम हल्का लगाओ ना, कोर्च चाय कुर्सी वाला. शैतान कहेंगे तुम हल्का लगाओ, मैं थोड़ा चाय पी के आता हूं. गया तो गया, आया नहीं. പോയാ പോയി, പിന്നെ തിരിച്ചു വരൂല. वो जड़ काटता है.
അവൻ എന്ത് ചെയ്യും? വേരുകളാണ് മുറിക്കുന്നത്. उसे मालूम ये बैठेगा तो इरादा करेगा, അവനറിയാം ഇവൻ ഇരുന്നാൽ ഇവൻ തീരുമാനിക്കും. इरादा करेगा तो अल्लाह क्या देगा उसे मालूम है. ഇവൻ തീരുമാനമെടുത്താൽ അള്ളാഹുവിന് കൊടുക്കാൻ പോകുന്ന പ്രതിഫലം അത് അറിയുന്നവനാണ് ശൈത്താൻ. इसे उठा के ले जाओ. അതുകൊണ്ട് അവനെ തീരുമാനിക്കാൻ വിടൂല. അവനെന്ത് ചെയ്യും? അവിടുന്ന് പൊക്കിക്കളയും. हाँ प्यास लग रही है, पानी पी के आता हूँ, ദാഹിക്കുന്നുണ്ട്, ഒരു വെള്ളം കുടിച്ചിട്ട് വരാം, और एक चाय पी के आता ഒരു हूँ. ചായ കുടിച്ചിട്ട് വരാം. गया तो गया. പോയാ പോയി. तो क्या करेंगे? बैठेंगे, जाएंगे. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇരിക്കുമോ അല്ലെങ്കിൽ പോയി കളയുമോ? बोलो भाई. പറയും പറയും. ഇരിക്കും. മാഷാ അല്ലാഹ്. तो जिलावार बैठना, फिर मस्जिद वार बैठना, हल्का वार. ആദ്യം നമ്മൾ ജില്ലകളായിട്ട് ഇരിക്കണം, പിന്നെ ഓരോ ജില്ലകളിലെ ഹൽക്കകളായിട്ട് ഇരിക്കണം, പിന്നെ പള്ളികളായിട്ട് ഇരിക്കണം. മസ്ജിദ് വാർ ബെട്ടണം. फिर इरादे करो. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇൻഷാ അല്ലാഹ്. तो बयान की जरूरत नहीं, लिखते जाओ. बयान की जरूरत नहीं, अब लिखते जाओ. ഇനി വേറെ പ്രസംഗത്തിനൊന്നും ആവശ്യമില്ല, നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. ഓരോരുത്തർ കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിലായി. और एक एक से मत पूछो, जो पहले लिखा है उसका पहले लिखो. ഓരോരുത്തരോടും ചോദിക്കേണ്ട, ആരാണോ ആദ്യം പറയുന്നത് അത് എഴുതി തുടങ്ങിക്കോളി. हाँ, लाइन से मत पूछो. ലൈനായിട്ട് നിങ്ങൾ പറയും അങ്ങനെ പറയണ്ട. अभी उसका इरादा नहीं हुआ, तुम कह रहे हो, बोलो. അയാൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ ആലോചിക്കാൻ സമയം കൊടുക്കും. अरे जिसका हो गया पहले उसका लिख लो. ആലോചിച്ച് വെച്ച് പറയുന്ന ആളുടെ വേഗം എഴുതിക്കോളി. इरादा करने वाले को देखकर दूसरा भी इरादा करता है. പറയുന്ന ആളെ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും എങ്ങനെയാണ് പറയേണ്ടത്, എപ്പോഴാണ് പോകേണ്ടത് എന്ന ചിന്ത അവർക്ക് ഉണ്ടായിത്തീരും. इसलिए लाइन से मत पूछो, जो बोले पहले लिख लो. അതുകൊണ്ട് ലൈനായിട്ട് വരിയായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ആദ്യം പറയുന്ന ആൾക്കാരുടെ പേരുകൾ എഴുതിക്കോളി. അപ്പൊ अल्लाह भाई जज़ाए खैर दे. അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. अल्लाह कबूल फरमाए. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. यहाँ से कुछ इरादे करके जाओ. ഇവിടെ നിന്നും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ പോകിൻ. खाली मत जाओ. വെറും കൈയോടെ നിങ്ങൾ പോകരുത്. इज्तिमा से क्या लाए? ഇസ്തിമയിൽ നിന്ന് നിങ്ങൾ എന്ത് കൊണ്ടുവന്നു? ये खैर के इरादे लाए. ഞാൻ നന്മയുടെ തീരുമാനം എടുത്തിട്ട് വന്നതാണെന്ന് നമ്മൾ പറയണം. ये इस इज्तिमा का निचोड़ है. ഇതാണ് ഈ ഇസ്തിമയുടെ രത്ന ചുരുക്കം. अब एक एक जिला बोलो आप. ഓരോരോ ജില്ലകൾ ഇപ്പോൾ വായിക്കാം. തിരുവനന്തപുരം ജില്ല, തിരുവനന്തപുരം, അവരുടെ ബോർഡ് എവിടെയാണ്? कहाँ है बेटे? അവിടെ തിരുവനന്തപുരത്തിന്റെ ബോർഡ് എവിടെയാണ്? അതാ ഇവിടെ. ഒരാളെ എണീക്കിൻ. ഒരു 1-2 പേര് എല്ലാവരും അറിയുന്ന ഒരാളെ എണീക്കിൻ. അല്ല, തിരുവനന്തപുരത്തുകാർ വേറെ ആരും എണീക്കില്ല. തിരുവനന്തപുരത്തുകാർ വന്ന് അവിടെ വന്നിരിക്കും. ഓരോ ജില്ലന്റെയും ഒരു ഉത്തരവാദി എണീക്കും. കൊല്ലം ജില്ലക്കാർ എവിടെയാണ്? കൊല്ലം ജില്ല ഇവിടെ ഇതാ മുന്നിൽ തന്നെ. മാഷാ അല്ലാഹ്. കൊല്ലം ജില്ലക്കാർ എവിടെയെല്ലാം ഉണ്ടോ, പള്ളിയില്, പള്ളിയുടെ മുകൾ തട്ടില്, ഗ്രൗണ്ടുകളിൽ എവിടെയുണ്ടോ, വന്ന കൂട്ടുകാരെ ഫോൺ വിളിച്ച് അവരെ വരുത്തിക്കിൻ. ഒരാൾ പോലും വിട്ടുപോകാൻ പാടില്ല. കൊല്ലം ജില്ലക്കാർ ഇവിടെ വരും. പത്തനംതിട്ടക്കാരെവിടെ? കൊല്ലം ജില്ല बड़े हैं ना. നിക്കിൻ. കൊല്ലം ജില്ലക്കാർ മാത്രം എണീക്കും, വേറെ ആരും എണീക്കല്ലേ. കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല, മറ്റാരും എണീക്കല്ലേ. പോകല്ലേ. പിറകോട്ട് ആരും വിടല്ലേ, പിറകോട്ട് ആരും പോകല്ലേ. വരും. കൊല്ലം ജില്ലക്കാർ മുന്നോട്ട് വന്നിരിക്കും. പത്തനംതിട്ട ജില്ലക്കാർ എവിടെയാണ്? പത്തനംതിട്ട ജില്ല. അതാ പത്തനംതിട്ട ജില്ല. അതാ നോക്കിൻ, ഏറ്റവും പിറകിൽ അതാ ആ ഭാഗത്ത്. മോനെ കൈപൊന്തിക്ക്. പത്തനംതിട്ട ജില്ലക്കാർ അവിടെ പോയി. ആലപ്പുഴ ജില്ലക്കാരെവിടെയാണുള്ളത്? ആലപ്പുഴ ജില്ലക്കാരെവിടെ? അതാ സൽമാൻ മൗലവി സാഹിബിന്റെ അടുക്കല്, അയ്യാലൽ സ്വലയുടെ ഏറ്റവും തറ്റത്ത്. ഒരാളെ മുന്നോട്ടേക്ക് അയച്ച് കാർഗുസാരി, ഹൽക്കയുടെ കാർഗുസാരി, മസ്ജിദ് വാറിന്റെ അസൈമിന്റെ ഷീട്ട്, ഇത് രണ്ടും വാങ്ങി